ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ ആദ്യത്തെ ക്ലാസ് ആണ്. രാധാറാണി സഭയുടെ വൈകിട്ടത്തെ ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. മുമ്പായിട്ട് മംഗളാചരൺ പറയാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാമൃതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വാഞ്ചാകൽപതരോർഭശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യ നമാമ്യഹം. അനർപ്പിതചരിം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരടസുന്ദരദ്യുതി കദംബ സന്ദീപിതഃ സദാ ഹൃദയകന്തരേ സുരദൂവാ സച്ചിനന്ദനാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു തവണയെങ്കിലും നമസ്കാരം. ഇപ്പൊ ഇന്ന് നമ്മള് ഭഗവത്ഗീത എന്താണ്, ഭഗവത്ഗീത എന്നാൽ എന്താണ്, അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് പ്രയോജനം, ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതാണ് ഈ ഭഗവത്ഗീത. അത് ഇപ്പോഴതിന് എന്ത് റെലവൻസ് ആണുള്ളത് ഈ ലോകത്ത്, ഈ സാഹചര്യം 5000 years ago ഉള്ള സാഹചര്യമല്ല ഇപ്പോഴല്ലേ. അപ്പൊ ഇസ് ഇറ്റ് സ്റ്റിൽ റെലവെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന ആ പുരാണം. ഹരേ കൃഷ്ണ. മാതാജി ചാൻഡിങ് ഇല്ലേ? ചാൻഡിങ് ഇത് ആദ്യത്തെ ക്ലാസ് ആയോണ്ട് എന്ന് വെച്ചാൽ കുറെ പേര് പുതിയവരാണ്.
അപ്പൊ അവർക്ക് എന്താണ് ചാൻറ്റിങ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചാൻറ്റ് ചെയ്യും. അപ്പൊ ഇന്ന് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി സെഷൻ ആയിരിക്കും നമ്മൾ ചാൻറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് മഹാമന്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചാൻറ്റിങ് ചെയ്യും. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോഴ് ഭഗവത്ഗീത എന്ന് പറയുന്ന അത് മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസമാണ്. 2 ഇതിഹാസങ്ങളുണ്ട്, മഹാഭാരതവും രാമായണവും. അപ്പൊ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിന്റെ അകത്തുള്ള ഒരു പോർഷനാണ് ഭഗവത്ഗീത. ഈ മഹാഭാരതം എന്ന് പറയുന്നത് മോർ ദാൻ 1 lakh വേഴ്സസ് ഉണ്ട്. 1,10,000 വേഴ്സസ് ഉള്ളതുണ്ട് മഹാഭാരതത്തില്. ഈ ജർമ്മൻ പോയംസ് ആണ്. ജർമ്മനിലെ പോയം എന്ന് പറയുന്ന ഇലിയാഡ് എന്നും ഒഡീസി എന്ന് പറയുന്ന 2 ഇതായിരുന്നു ലോകത്തിലേക്ക് ഏറ്റവും വലിയ പോയംസ് എന്നായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ അതിനേക്കാൾ അത് 27,803 വേഴ്സസേ ഉള്ളൂ. ഈ 2 കൂടെ ചേർത്താൽ, ഇലിയാഡും ഒഡീസയും കൂടി ചേർത്താൽ പോലും 27,803 വേഴ്സസേ ഉള്ളൂ. എന്നാൽ മഹാഭാരതത്തിന് മോർ ദാൻ 1 lakh വേഴ്സസ് ഉണ്ട്. ശരിക്കും അത് 60 lakh വേഴ്സസ് ഉണ്ടായിരുന്നു. ആ 60 ലക്ഷം വേഴ്സസില് 30 ലക്ഷം ദേവന്മാർക്ക് നാരദമുനി കൊണ്ടുപോയി ദേവന്മാർക്ക് കൊടുത്തു. 30 ലക്ഷം. പിന്നെ 15 ലക്ഷം ദേവല എന്ന് പറയുന്ന ഋഷി പിതൃക്കൾക്ക് കൊടുത്തു. 14 ലക്ഷം ശുകദേവ് ഗോസ്വാമി യക്ഷൻ രാക്ഷസർ അവർക്ക് ഗന്ധർവർക്ക് അങ്ങനെ അവർക്ക് 14 lakhs കൊടുത്തു. പിന്നെ ബാക്കി 1 ലക്ഷം ഉണ്ടായിരുന്നത് മനുഷ്യർക്ക് തന്നത്. അത് വൈശംപായന എന്ന് പറയുന്ന ഋഷിയാണ് ആദ്യമായിട്ട് ഇത് റിസൈറ്റ് ചെയ്തത്. ഈ ജനമേജയ എന്ന് പറയുന്ന ഒരു രാജാവ്, ശരിക്കും അത് പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് നമ്മൾ പറയും. പിന്നെ വളരെ ഫേമസ് ആണ് പരീക്ഷിത് മഹാരാജ് കാരണമാണ് ശ്രീമദ് ഭാഗവതം പറയാന് അത് ലോകത്ത് പ്രചരിപ്പിക്കാൻ കാരണമായത് പരീക്ഷിത് മഹാരാജാണ്. അപ്പൊ പരീക്ഷിത് മഹാരാജിനെ ഒരു ബ്രാഹ്മണ കുട്ടി ശപിക്കും. അത് ശപിച്ചപ്പം എന്ത് ചെയ്തു? ഒരു എംപററാണ് പരീക്ഷിത്, ഈ ലോകത്തെ മുഴുവനും ഉള്ള രാജാവാണ്. ആ രാജാവ് അത് കേസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാജ്യം ഉപേക്ഷിച്ചിട്ട് ഗംഗാ തീരത്ത് വന്ന് 7 ദിവസത്തിന്റെ അകം തക്ഷകൻ എന്ന് പറയുന്ന ഒരു പാമ്പാണ് വന്ന് കടിക്കാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 7 ദിവസം ഗംഗാ തീരത്തിരുന്ന് ശ്രീമദ് ഭാഗവതം ശ്രവിച്ചു. ശുകദേവ് ഗോസ്വാമിയാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. അത് ശ്രവിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോഴും മരിക്കുന്നു. അപ്പൊ ആ പരീക്ഷിത് മഹാരാജ് തക്ഷകൻ വഴി മരിച്ചത് കാരണം ജനമേജയ എന്ന് പറയുന്ന പരീക്ഷത്തിന്റെ മകനാണ്. അപ്പൊ പരീക്ഷത്തിന്റെ മകന് അത് കാരണം ഒരു സർപ്പയജ്ഞം നടത്തി. അപ്പൊ എല്ലാ സർപ്പങ്ങളും അതിലോട്ട് ആകർഷണമായിട്ട് ആ യജ്ഞ അഗ്നിയിൽ വീണ് മരിക്കും. അങ്ങനെ കുറെ ഈ തക്ഷകനെ കൊല്ലാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം പരശുരാമൻ ആണെങ്കിൽ എന്താ ചെയ്തത്? പരശുരാമന്റെ അച്ഛൻ ജമനാഗ്നി ഋഷിയായിരുന്നു. ജമനാഗ്നിയെ ഒരു രാജാവ് കൊന്നു. കാർത്തിവീര്യൻ എന്ന് പറഞ്ഞ് ഒരു രാജാവ് കൊന്നത് കാരണം അതിന്റെ പ്രതികാരമായിട്ട് പരശുരാമൻ എന്ത് ചെയ്തു? 21 തവണ ലോകത്തുള്ള എല്ലാ ക്ഷത്രിയന്മാരെയും വധിച്ചു. ജസ്റ്റ് ബിക്കോസ് 1 ക്ഷത്രിയ കിൽഡ് ഹിസ് ഫാദർ.
അതുപോലെ തന്നെ ഒരു സ്നേക്ക് അയാളുടെ അച്ഛനെയും മഹാരാജിന്റെ അച്ഛനെയും കൊന്നത് കാരണം ഒരു യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ എല്ലാ സർപ്പങ്ങളെ കൊല്ലാൻ വേണ്ടി പോയി. ആഫ്റ്റർ സം ടൈം അത് നിർത്തി, എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ എക്സ്റ്റെന്റ് ഒന്നും ആയില്ല. അതുപോലെ ചെയ്തു. ഇനി യജ്ഞങ്ങൾ നടക്കുമ്പോൾ, പൊതുവെ യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത്, യജ്ഞങ്ങൾ നടന്നിരുന്ന ത്രേതായുഗത്തിലാണ് മോസ്റ്റ്ലി. അപ്പൊ ഇത് ഇപ്പം പരീക്ഷിത്ത് മഹാരാജ് മരിക്കുന്ന കലിയുഗം തുടങ്ങുമ്പോഴാണ്. അപ്പൊ ജനമേജയ ഈ കലിയുഗത്തിൽ തന്നെയാണ്. അപ്പൊ യജ്ഞങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രത്യേകത, അപ്പൊ ഇതുപോലത്തെ പുരാണങ്ങളും ഒക്കെ ചൊല്ലും, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി, യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ കേൾക്കാൻ വേണ്ടി. അതുപോലെ വൈശമ്പായന ഇത് ചൊല്ലിയത് ഈ ജനമേജയയുടെ യജ്ഞത്തിന്റെ സമയത്തായിരുന്നു. ഇനി ആരാണിത് രചിച്ചത്? വൈശമ്പായനയല്ല, ദ്വൈപായന എന്ന് പറയുന്ന വ്യാസദേവനാണ്. ദ്വൈപായന വ്യാസ എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദ്വയൻ എന്ന് പറഞ്ഞാല് ഐലൻഡ് എന്നാണ്. ഒരു ഐലൻഡിലാണ് ഉണ്ടായത് വ്യാസദേവൻ. അതുകൊണ്ട് ദ്വൈപായന വ്യാസ എന്ന് പറയും. വ്യാസദേവനാണ് രചിച്ചത് ഇത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്തുകൊണ്ട് രചിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ പണ്ടൊക്കെ ശ്രുതിയായിരുന്നു. ഒരു ഗുരു ആചാര്യൻ ശിഷ്യന്റെ അടുക്കൽ പറഞ്ഞു കൊടുക്കും, അത് ശ്രവിക്കും. ആ ശിഷ്യൻ അടുത്ത ശിഷ്യന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഹി ബിക്കംസ് എ ഗുരു. എന്നിട്ട് ആ ഗുരുവിന്റെ ശിഷ്യന്റെ അടുക്കൽ പറയും. അങ്ങനെ ഡിസിപ്ലിക് സക്സഷൻ, ഒരാളിൽ നിന്ന് വേറൊരു ശിഷ്യൻ, അതിൻ്റെ ശിഷ്യൻ, ഡിസൈപ്പിൾസ്, ഇങ്ങനെ തലമുറകളായിട്ട് ഇത് കൈമാറിക്കൊണ്ട് വന്നിരുന്നു ശ്രുതി വഴി, കേൾക്കുന്നത് വഴി. അത് വ്യാസദേവൻ ഇൻകാർണേറ്റ് ചെയ്തപ്പോ ഭഗവാന്റെ ഒരു ഇൻകാർണേഷനാണ് വ്യാസദേവൻ. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ അവതാരം. അപ്പൊ ആ വ്യാസദേവന് മനസ്സിലാകും കലിയുഗത്തില് ആൾക്കാർക്കൊക്കെ അല്പ ആയുസാണ്, അവർക്ക് ഓർമ്മശക്തിയില്ല, പിന്നെ അവര് ഭയങ്കര വഴക്കാളികളാണ്, ദേ വിൽ ബി കോറൽസം ആണ്. ഈ കലി എന്ന് പറയുന്ന തന്നെ വഴക്കുകൾ നടക്കുന്ന ഒരു ഏജാണ്. പിന്നെ അവര് മന്ദബുദ്ധികളാണ്, അവരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലീഡേഴ്സൊക്കെ, ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന എന്താന്ന് വെച്ചാൽ ആ പ്രജകളെ എല്ലാം ഭഗവാനിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. പക്ഷേ ഇപ്പോഴത്തെ ലീഡേഴ്സ് അങ്ങനെയാണോ? അല്ല, അവർക്ക് എങ്ങനെ കാശുണ്ടാക്കണം എന്നാണ് അല്ലേ അവരുടെ ചിന്ത. അപ്പൊ ഈ മിസ്ഗൈഡഡ് ആണ്, ജനങ്ങളെല്ലാവരെയും മിസ്ഗൈഡ് ചെയ്യാണ് ഇപ്പോഴത്തെ ലീഡേഴ്സ് ചെയ്യുന്നത്. പിന്നെ അവർ അൺലക്കിയാണ്. പിന്നെ അതിലൊക്കെ ഉപരി അവര് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. എപ്പോഴും അവർക്ക് മനസ്സ് ശാന്തമല്ല. അവർക്ക് എപ്പോഴും ഓരോ ചിന്തകളും കുറെ കാര്യങ്ങൾ കാരണം ഓരോ മിസറീസിൽ ഇങ്ങനെ ഇതായോണ്ട് അവർക്ക് എപ്പോഴും അവരുടെ മനസ്സ് ശാന്തമല്ലാതെ എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് വ്യാസദേവന് മനസ്സിലായി ഇതെല്ലാം എഴുതി വെക്കണം, അല്ലെങ്കിൽ ശ്രുതി വഴി ഇനി നടക്കില്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കും. അപ്പൊ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഇറ്റ് ആക്ച്വലി ഹാപ്പൻഡ്, അല്ലാതെ ഇത് കെട്ടുകഥയൊന്നുമല്ല. അപ്പൊ ഇത് വ്യാസദേവൻ മെഡിറ്റേഷനിൽ കാണും ഇത് നടന്ന്, ആ സീക്വൻസ്. വ്യാസദേവൻ ഉണ്ടായിരുന്നു ഈ മഹാഭാരത വാർ നടക്കുന്ന സമയത്ത്, വ്യാസദേവൻ അവിടെ ഉണ്ട്. അപ്പൊ വ്യാസദേവന് ഇതെല്ലാം എഴുതണം എന്ന് തോന്നി. അപ്പൊ ബ്രഹ്മാവിന്റെ അടുക്ക ചോദിക്കും, എത്ര 60 ലക്ഷം വേഴ്സസ് ആണുള്ളത്. ഇപ്പൊ ബ്രഹ്മാവിന്റെ അടുക്ക പറയും, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എഴുതണം എന്ന് പറയുമ്പോ ബ്രഹ്മാവ് പറയും,
അതിന് ആരെങ്കിലും എഴുതണം, ഞാൻ പറയുമ്പോൾ ആരെങ്കിലും അത് എഴുതാൻ വേണം എന്ന് പറയും അതിന് ഒരു കാര്യം ചെയ്യാം, ഗണപതിയെ അപ്രോച്ച് ചെയ്യാൻ പറയും. അപ്പൊ ഗണപതിയെ വ്യാസദേവൻ ധ്യാനിച്ചിട്ട് ഗണപതി വരും. അപ്പൊ ഗണപതി പറയും ഒരു കണ്ടീഷനിൽ ഞാൻ ഇത് എഴുതാം, എന്നെ സ്റ്റോപ്പ് ചെയ്യല്ല, എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് പറയണം, ഞാൻ എൻ്റെ പേന നിർത്താൻ ഒരു ഇടവരില്ല, അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം എന്ന് പറയും. എവിടെയെങ്കിലും ഒരു പോസ് വന്നാൽ ഞാൻ നിർത്തും, പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറയും. അപ്പൊ വ്യാസദേവൻ തിരിച്ചും ഒരു ക്ലോസ് ഇടും, പറയും ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ, അല്ലാതെ ചുമ്മാ അങ്ങ് എഴുതല്ല, ആദ്യം മനസ്സിലാക്കിയിട്ട് അങ്ങനെ എഴുതണം എന്ന് പറയും. അങ്ങനെ അപ്പൊ രണ്ടുപേരും എഗ്രി ചെയ്യും, എന്നിട്ട് ചൊല്ലാൻ തുടങ്ങും ഈ മഹാഭാരതം. അപ്പൊ ഗണപതി അത് എഴുതുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ മഹാഭാരതത്തിലെ ഒരു പോർഷൻ ആണ് ഭഗവത്ഗീത. ഭഗവത്ഗീതക്കകത്ത് 700 വേഴ്സസ് ആണുള്ളത്, 700 വേഴ്സസ് ആണ് ഈ ഭഗവത്ഗീതയിൽ. അത് 18 ചാപ്റ്റർ ആയിട്ടാണ്, 18 അധ്യായങ്ങളുണ്ട്. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാല് ഇത് കോൺവെർസേഷനാണ്. ഒരു രണ്ട് കോൺവെർസേഷൻസ് നടക്കുകയാണ്. ഒന്ന് ബിറ്റ്വീൻ ധൃതരാഷ്ട്രരും പിന്നെ സഞ്ജയനും. ധൃതരാഷ്ട്രൻ സഞ്ജയനും തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഔട്ട്സൈഡ് കോൺവെർസേഷൻ. ഉള്ളില് ഉള്ള ആ കോർ കോൺവെർസേഷൻ എന്ന് പറയുന്ന ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുന. അപ്പൊ കൃഷ്ണനും അർജുനനും തമ്മിൽ ഉള്ള കോൺവെർസേഷൻ, അതിൻ്റെ ആ കോൺവെർസേഷനെ കുറിച്ച് ഡിസ്കസ് പറയുന്നതാണ് ധൃതരാഷ്ട്രരും സഞ്ജയനും. അങ്ങനെയാണ് ഈ കോൺവെർസേഷൻ പോകുന്നത്. ഇത് എന്തിനാണ് പറഞ്ഞത് കൃഷ്ണൻ എന്ന്? കൃഷ്ണനാണ് മെയിൻ. ഇത് അർജുനന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. അപ്പം എന്തിനാണ് ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്? അതിനു മുമ്പ് ഭഗവത്ഗീത എന്നായിരുന്നു, ഏത് കാലയളവിലായിരുന്നു ഇത് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ, ഇത് ദ്വാപര യുഗത്തിന്റെ എൻഡില് 4 യുഗങ്ങളാണുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. നമ്മളിപ്പോൾ ഉള്ളത് കലിയുഗത്തിലാണ്. അതിന്റെ നേരെ മുമ്പേ ആയിരുന്നു ദ്വാപരയുഗം. അപ്പൊ ദ്വാപരയുഗം തീരാറാകുമ്പോഴാണ് ഭഗവത്ഗീത കൃഷ്ണൻ അർജുനന്റെ അടുക്കൽ പറഞ്ഞത്. അപ്പം ഒരു 5000 years ago ആണ് ഈ ഭഗവത്ഗീത പറഞ്ഞത്. മഹാഭാരത വാർ നടക്കുന്നതിന് അവര് കോൺഷലൊക്കെ ഊതി, വാർ ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. അർജുനൻ വില്ലെടുത്തു, വില്ലും അമ്പും എടുത്ത് വില്ല് തൊടുത്താനിരിക്കുകയാണ്. ഹീസ് എബൌട്ട് ടു ഷൂട്ട് ദി ആരോ. ആ സമയത്ത് ആണ് അർജുനൻ പറയും, കൃഷ്ണ എനിക്ക് കാണണം, ആരൊക്കെ വന്നിട്ടുണ്ട് ഈ വാറിൽ പങ്കെടുക്കാന് എന്നെനിക്ക് കാണണം, അതുകൊണ്ട് എന്നെ ഈ 2 ആർമികളുടെയും നടുക്ക് കൊണ്ട് നിർത്താമോ എൻ്റെ രഥം എന്ന് ചോദിക്കും. കൃഷ്ണൻ ആരായിരുന്നു? അർജുനന്റെ സാരഥിയായിട്ട് ആണ് ഈ മഹാഭാരത വാറില് റോള്, കൃഷ്ണന്റെ റോള്. അപ്പൊ കൃഷ്ണന്റെ അടുക്ക പറയും, എന്നെ ഈ എൻ്റെ രഥം കൊണ്ടുപോയി ഈ 2 ആർമികളുടെ ഇടയിൽ കൊണ്ട് നിർത്താമോ, എനിക്ക് കാണണം ആരൊക്കെയാണ് ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പം കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ 4ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ നിന്നോട് പറഞ്ഞു തരുന്ന ഈ ഉപദേശങ്ങള്, ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഞാൻ സൂര്യദേവനോട് പറഞ്ഞു കൊടുത്തതാണ്. ദിവസ്വാൻ എന്ന് പറഞ്ഞ സൂര്യദേവനോട് ഞാൻ ഇതേ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് സൂര്യദേവൻ മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകു എന്ന് പറയുന്ന മകന്റെ അടുക്ക പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതും പരമ്പരയായിട്ട് ശ്രുതി, ത്രൂ ശ്രുതി ഹിയറിങ്, അത് ഇങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് ജനറേഷൻ ബൈ ജനറേഷൻ പൊക്കോണ്ടിരിക്കുകയായിരുന്നു.
ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ആയിരുന്നു അത്. ഒരു ഇത് വന്നപ്പം അതങ്ങ് നിന്നുപോയി. അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാണ് നിന്നോട് എന്ന് പറയുന്നു. വൈ എന്താന്ന് വെച്ചാല് നീ എൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടാണ്, പിന്നെ നീ ഒരു വലിയ ഡിവോട്ടിയാണ്, നീ ഒരു ഭക്തനാണ്. ഈ റീസൺസ് കൊണ്ട് ഞാൻ നിനക്ക് ഈ ഉപദേശങ്ങൾ തരികയാണ് എന്ന് പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ പറഞ്ഞ ഒരു കാര്യം നമ്മൾക്ക് ഇന്ന് അത് എത്ര പ്രസക്തി ഉണ്ടാവും അല്ലെ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യം വരും, അതിനെന്താണ് പ്രസക്തി എന്ന്. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അർജുനന്റെ അടുക്ക എപ്പോഴാ പറയുന്നത്? അർജുനൻ ഈ ആൾക്കാരെ എല്ലാം കാണുമ്പം അർജുനൻ നോക്കുമ്പോ എവിടെ നോക്കിയാലും അർജുന്റെ ബന്ധുക്കളാണ് എല്ലായിടും. ഇതൊരു ഫ്രാക്ടിഫ്രൈഡൽ വാറായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സിവിൽ വാർ പോലെ. ഈ ഹസ്തിനപുരം എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി രണ്ട് കസിൻസ് തമ്മിലുള്ള വാറാണിത്. അപ്പൊ രണ്ടു കൂട്ടരും ഒരേ കുലത്തിൽപ്പെട്ടവരാണ്. കൗരവ കുലത്തിൽപ്പെട്ടവരാണ് ഈ പാണ്ഡവരും കൗരവരും. പാണ്ഡവരും കൗരവരും തമ്മിലാണ് യുദ്ധം. അപ്പൊ ഈ പാണ്ഡവരും കൗരവരും കസിൻസ് ആണ്. അപ്പൊ ഈ കസിൻസ് തമ്മിലുള്ള വാറില് അപ്പൊ നമ്മൾ ഊഹിച്ചറിയാം, അവര് ചെറുപ്പത്തിലേ അവര് ഒന്നിച്ച് വളർന്നവരാണ്. എന്നിട്ട് ഇപ്പം വാറാകുന്നു. എന്തിനു വേണ്ടിയാ? ഒരു രാഷ്ട്രത്തിന് വേണ്ടി. ഈ ഹസ്തിനപുരം എന്നുള്ള രാഷ്ട്രം ആർക്ക് വേണം എന്ന് ഉള്ളതിന് വേണ്ടി, അതിനെ ചൊല്ലിയാണ് ഈ വാറ്. അപ്പൊ അർജുനൻ എല്ലായിടത്തും നോക്കുമ്പോൾ എല്ലാവരും ബന്ധുക്കളാണ്. പിതാമഹൻ, അച്ഛൻ്റെ അച്ഛൻ ആയിട്ടുള്ള ഭീഷ്മര്, പിന്നെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള വേറെ ആൾക്കാര്, പിന്നെ സ്വന്തം പിയേഴ്സ് ആയിട്ടുള്ളവര്, പിന്നെ മകന്റെ സ്ഥാനത്തുള്ളവര്, പിന്നെ മകന്റെ മകന്മാര്, അങ്ങനെ 5 ജനറേഷൻ ഓഫ് ആൾക്കാരാണ് ഈ ബാറ്റിൽ ഫീൽഡിൽ കൂടിയിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പം ആകെ കൺഫ്യൂസ്ഡ് ആകും. ഞാന് ഒരു വാർ നടത്തി ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് വേണോ എനിക്കൊരു രാജ്യം നേടാന്? അതിൻ്റെ അകത്ത് വലിയ അർത്ഥമുണ്ടോ? ഈ അങ്ങനെ കിട്ടുന്ന ഒരു രാജ്യം ഇവരാരും ഇല്ലാതെ ഞാൻ എങ്ങനെ തന്നെ ആസ്വദിക്കും എന്ന് അർജുനന് തോന്നി. അപ്പൊ കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ, ഐ എം വെരി മച്ച് കൺഫ്യൂസ്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല, ഞാൻ നിർത്തി, ഞാൻ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വില്ലെടുത്ത് രഥത്തിന്റെ താഴെ വെച്ചിട്ട് രഥത്തിലിരിക്കും. എണീറ്റ് നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആരോസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ അർജുനൻ വേണ്ടാന്ന് വെച്ച് സീറ്റിലിരുന്നിട്ട് കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. എന്നിട്ട് പറയും, കൃഷ്ണ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ 2 ധർമ്മങ്ങൾ എന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുകയാണ്. ഏതൊക്കെ ധർമ്മങ്ങളാണ്? കുലധർമ്മം, എൻ്റെ കുലത്തിനെ ഞാൻ സംരക്ഷിക്കേണ്ട ആളാണ്, ആ കുലത്തിനെ ഞാൻ കൊല്ലണോ? ഞാൻ അവരെ സംരക്ഷിക്കുകയല്ലേ, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ കുലത്തിൽപ്പെട്ട എല്ലാവരെയും ഞാൻ സംരക്ഷിക്കേണ്ട ആള് ഞാൻ കാരണം അവരെ എല്ലാം കൊല്ലാമോ എന്നുള്ള ഒരു സൈഡില് ഒരു തോന്നല്. വേറെ ഒരു മറുവശത്ത് എൻ്റെ ക്ഷത്രിയ ധർമ്മം, ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ തന്നെ, ക്ഷത്തെന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക എന്നാണ്. ത്രായത്തെ എന്ന് പറഞ്ഞാല് അതിനെ കടക്കുക എന്ന് പറഞ്ഞാൽ ഈ വൂണ്ടഡ് ആയിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതാണ് ഒരു ക്ഷത്രിയന്റെ ധർമ്മം. അപ്പൊ ഈ ക്ഷത്രിയന്മാര്, ഈ ജനങ്ങള് ഇപ്പോഴ് ധൃതരാഷ്ട്രരുടെ ഈ കസിൻ ബ്രദേഴ്സിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് ഈ പാണ്ഡവരുടെ അച്ഛനും കൗരവരുടെ അച്ഛനും അവര് ബ്രദേഴ്സാണ്. അപ്പൊ ഈ ധൃതരാഷ്ട്രരുടെ കീഴില് ജനങ്ങൾ അത് അധർമ്മമാണ് അവര് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളെ ഞാൻ സുരക്ഷിതരാക്കണോ അതോ എൻ്റെ കുലത്തിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണോ
എന്നുള്ള ഒരു കൺഫ്യൂഷൻ അർജുനനുണ്ടായി. അർജുനനാണെങ്കിൽ ആ ഒരു ഈറയില്, ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായിരുന്നു. അങ്ങനെയുള്ള ആൾക്ക് പോലും ആ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ആ നിമിഷമായപ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പൊ ഈ ഭഗവത്ഗീത പറയുന്ന എന്താണ്, നമ്മൾക്ക് ഏത് വലിയ വ്യക്തിക്കും, എത്ര നമ്മൾ വലിയ ഉയർന്ന സ്റ്റാറ്റസിലാണെങ്കിലും നമ്മൾക്കും നമ്മളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്കും കൺഫ്യൂഷൻ വരും. നമുക്ക് ഒരു സംഭ്രമം വരും. എന്താണ് റൈറ്റ് തിങ് ടു ഡു എന്നുള്ളതിന് നമുക്കൊരു ഏത് ഡയറക്ഷനിൽ നമ്മൾ പോണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതാണ് ഭഗവത്ഗീത നമുക്ക് അതിന് ഒരു ക്ലാരിറ്റി തരികയാണ്, നമ്മൾക്ക് ഒരു വ്യക്തത തരികയാണ്. എന്തിനെ കുറിച്ച്? നമ്മളുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തില് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. ആ കൺഫ്യൂഷൻ മാറി നമ്മൾക്ക് അത് ഒരു വ്യക്തത വേണം. എന്താണ് നമ്മളുടെ ലക്ഷ്യം? എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തിൽ എത്താനുള്ള റൈറ്റ് ഡയറക്ഷൻ തരികയാണ്. അത് കറക്റ്റായിട്ട് എങ്ങനെ ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്, ആ ഒരു വഴികാട്ടിയാണ് ഭഗവത്ഗീത. ഇനി നിങ്ങൾക്ക് തോന്നാമായിരിക്കും, അർജുനന് വില്ലൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാനില്ല എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭഗവത്ഗീത മുഴുവനും കേട്ട് കഴിയുമ്പോൾ ആ ശരവും വില്ലും അമ്പും ഒക്കെ എടുത്തിട്ട് പറയും, കൃഷ്ണ, ഞാൻ കൃഷ്ണൻ പറയുന്ന പോലെ ചെയ്യാം, ഞാൻ ഫൈറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് തോന്നും, എന്താണ് ഈ ഭഗവത്ഗീതയില് ആൾക്കാരെ ഫൈറ്റ് ചെയ്യാൻ ആണോ ഉപദേശിച്ചത്? ഈ ഭഗവത്ഗീതയെ കൂടി നമ്മൾക്ക് തരുന്ന മെസ്സേജ്, നമുക്ക് തരുന്ന ആ ഒരു സന്ദേശം എന്താണ്? നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നാണോ? നമ്മൾ വയലൻസ് കൊണ്ടുവരണം, ആക്രമിക്കണം ആൾക്കാരെ എന്നുള്ളതാണോ പഠിപ്പിക്കുന്ന ഈ ഭഗവത്ഗീത എന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ അതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കൃഷ്ണൻ ഈ 700 ശ്ലോകങ്ങൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നുവെച്ചാൽ ദുര്യോധനനും പാർട്ടികളും അവര് 100 ബ്രദേഴ്സാണ്. ഈ കസിൻസ് എന്ന് പറയുന്ന അവര് 100 പേരാണ്. പാണ്ഡവരെന്ന് പറയുന്ന 5 പേരാണ്. അപ്പൊ ഈ 100 പേരും ഇവരെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ദുര്യോധനനായിരുന്നു അവരുടെ എൽഡസ്റ്റ്. അപ്പൊ ദുര്യോധനൻ അവരെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരെ കൊല്ലാൻ കുറെ തവണ ശ്രമിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അവർ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഭീമനെയായിരുന്നു ഏറ്റവും ദേഷ്യം ദുര്യോധനന്. എന്നുവെച്ചാൽ ഭീമൻ കുറച്ച് ഹെഫ്റ്റി ആയിരുന്നു, അപ്പൊ കുറച്ച് ബോസി ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരെ എല്ലാരെയും ഉപദ്രവിക്കായിരുന്നു. കൊച്ചു കുട്ടികളായിരിക്കുമ്പോ നമ്മള് കുറച്ച് ഹെഫ്റ്റിയൊക്കെ, കുറച്ച് വണ്ണമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ കുറച്ച് ഉപദ്രവിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു ശീലമുണ്ടായിരുന്നു ഭീമന്. അപ്പൊ 10 കൗരവന്മാരെ ഒന്നിച്ചെടുത്ത് ഗംഗയിലേക്ക് തള്ളുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ദുര്യോധനനെയൊക്കെ 10 പേരെ ഒന്നിച്ചെടുത്ത് ഗംഗയിലോട്ട് എറിയുമായിരുന്നു. അങ്ങനെയൊക്കെ ദുര്യോധനന് ഭയങ്കര ദേഷ്യമാണ് ഈ ഭീമനെ. എന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ ഭീമനും ആഹാരപ്രിയനായിരുന്നു, ഭയങ്കര ഇഷ്ട ആഹാരം കഴിക്കാൻ. അപ്പൊ എന്ത് ചെയ്തു, ഒരു കേക്ക്, അത് പോയിസൺ ഇട്ട് വിഷം കലർത്തിയ ഒരു കേക്ക് കൊടുക്കും കഴിക്കാന്. അപ്പൊ ഭീമന് വീഴും, അൺകോൺഷ്യസ് ആയിട്ട് വീഴും. അപ്പൊ ഭീമനെ കെട്ടിയിട്ട് ഗംഗയിലോട്ട് വലിച്ചെറിയും. ഗംഗയാണോ യമുനയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിലോട്ട് എറിയും. അപ്പൊ എന്ത് ചെയ്യും, ഭീമന് താന്ന് പോവും. താന്ന് നാഗ ലോകത്തെത്തും. അപ്പൊ ആ നാഗലോകത്തെത്തുമ്പോഴ് അവിടെയുള്ള നാഗങ്ങളെല്ലാം, നാഗം എന്ന് പറഞ്ഞാല് സ്നേക്സ് എല്ലാം കൊത്തും. ഈ ഒരു ബോഡി കിട്ടിയപ്പം അത് കൊത്തും. അപ്പൊ അതിന്റെ വിഷം, അവരുടെ എല്ലാവരുടെയും വിഷം ഈ വിഷവുമായിട്ട് ന്യൂട്രലൈസ് ആകും. എന്നിട്ട് ബോധം തെളിയും ഭീമന്. അപ്പൊ വാസുകി എന്ന് പറയുന്നതാണ് ഈ നാഗരുടെ രാജാവ്. അപ്പൊ വാസുകി
ഭീമനെ വിളിച്ച് സൽക്കരിക്കുകയൊക്കെ ചെയ്യും നാഗലോകത്ത്. എന്നിട്ട് അമൃത് കൊടുക്കും കഴിക്കാൻ. ആ അമൃത് കുടിച്ചപ്പോഴത്തേക്കും 10,000 എലിഫന്റിന്റെ ശക്തി ഈ ഭീമന് കിട്ടും. അങ്ങനെയൊക്കെ ട്രൈ ചെയ്തതാണ് ദുര്യോധനൻ. എന്നിട്ട് ദുര്യോധനൻ ഹാപ്പി ആയിട്ട് തിരിച്ചു വരും, കുറെ കൂടിയും പവർഫുൾ ആയിട്ട്. അങ്ങനെ ചെയ്തു. പിന്നെ അവരെ ഒരിക്കല് ഏതോ ഒരു സ്ഥലത്ത് അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്, നിങ്ങളെല്ലാം പോയി കാണ് എന്നൊക്കെ പറഞ്ഞു വിടും. എന്നിട്ട് അവിടെ ഒരു അരക്കില്ലത്തിന്റെ ഒരു അരക്ക് കൊണ്ടുള്ള ഒരു ഇല്ലം അവര് നിർമ്മിച്ചിട്ട് അതിൽ ഇവരെ താമസിപ്പിക്കും. എന്നിട്ട് ഇവരറിയുന്നില്ല അത് അരക്കൊണ്ടുള്ളതാണ്. കാണുമ്പോ വളരെ മോടി ഉള്ള ഒരു പാലസ് ആണ്. എന്നിട്ട് അവിടെ അവര് ഉദ്ദേശിച്ചത് അവർ തീ കൊളുത്തണം. അവര് രാത്രിയിൽ കിടക്കുമ്പം ആ ഇല്ലം തന്നെ തീ ഇട്ട് എല്ലാവരെയും കൊല്ലണം എന്ന് ദുര്യോധനൻ വിചാരിച്ചു. എന്നിട്ട് ഇതുപോലത്തെ എല്ലാ അട്രോസിറ്റീസ് ചെയ്യുമ്പോഴും ധൃതരാഷ്ട്രര് അച്ഛൻ ഇവർക്ക് കൂട്ടുനിൽക്കുമായിരുന്നു, ഈ ദുര്യോധനന് കൂട്ടുനിൽക്കുമായിരുന്നു ഇങ്ങനെ പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അരക്കില്ലത്തിൽ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ വിതുരൻ എന്ന് പറയുന്ന ഇവരുടെ വേറൊരു അങ്കിളാണ്. ഇവര് 3 ബ്രദേഴ്സ് ആയിരുന്നു, ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര്. അപ്പൊ ശരിക്കും ധൃതരാഷ്ട്രരാണ് മൂത്ത മകന്, പാണ്ഡു 2ാമത്തെ, വിതുരൻ 3ാമത്തെ. പക്ഷേ ധൃതരാഷ്ട്രര് ജനിച്ചപ്പോഴേ കണ്ണ് കാണാൻ വയ്യാതെയാ ജനിച്ചത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് രാജ്യം ഭരിക്കാനുള്ള യോഗ്യതയില്ല. അത് എല്ലാ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അത് അങ്ങനെ ബ്ലൈൻഡ് ആയ ഒരാള് രാജ്യം ഭരിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് പാണ്ഡുവിന് കിട്ടി ഈ രാജ്യം. അപ്പോഴേ ധൃതരാഷ്ട്രർക്ക് ഒരു ധൃതരാഷ്ട്ര എന്ന് പറയുന്ന വാക്കിന്റെ തന്നെ അർത്ഥം ധൃത എന്ന് വെച്ചാൽ ടു ഹോൾഡ് ഓൺ ഫാസ്റ്റ്, ഇനി പിടിച്ചു വെക്കാനുള്ള പ്രവണത. രാഷ്ട്രത്തിനെ ധൃതരാഷ്ട്ര. അപ്പൊ രാഷ്ട്രത്തിനെ, ആ കിങ്ഡത്തിനെ, ആ രാജ്യത്തിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആളാണ് ധൃതരാഷ്ട്ര. അപ്പൊ ധൃതരാഷ്ട്രനോ രാജാവാകാൻ പറ്റിയില്ല. അതുകൊണ്ട് മകനെങ്കിലും രാജാവാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു ധൃതരാഷ്ട്രന്. അപ്പൊ ഇതുപോലെ അരക്കില്ലത്തിൽ ഇപ്പം ഈ വിതുരൻ എന്ന് പറയുന്ന ഇവരുടെ ആ ഇളയ അമ്മാവൻ, ആ ഇളയ ചിറ്റപ്പൻ എന്ന് പറയാം അല്ലെ, അച്ഛന്റെ അനിയനാണ്. അപ്പൊ ചിറ്റപ്പൻ പറഞ്ഞു കൊടുക്കും ഇതാണ് അവരുടെ പ്ലാന്, അത് അരക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം വിതുരര് പറയും ഞാൻ ഒരാളെ വിടാം, എന്നിട്ട് അയാള് ഒരു ടണൽ ഉണ്ടാക്കും. ഈ വീട്ടിൽ നിന്ന് വനത്തിലോട്ട് ഒരു ടണൽ ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങള് പറയുന്ന 1 മാസമോ എന്തോ കഴിഞ്ഞിട്ടാണ് അവര് ഇത് തീ കത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആ ദിവസമാകുമ്പം നിങ്ങൾ ഈ ടണൽ വഴി രക്ഷപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെന്താ, ഒരു ചൂതുകളിയില് ഇവരെ തോപ്പിക്കും. കള്ള ചൂത് കളിച്ച് ഇവരെ പാണ്ഡവരെ തോപ്പിച്ചിട്ട് അവരുടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഇവരെ ആദ്യം ധൃതരാഷ്ട്രൻ 2ആയിട്ട് ഭാഗിച്ചു ഈ രാജ്യം. എന്നിട്ട് വെൻ ദേ കെയിം ഓഫ് ഏജ്, എന്നിട്ട് ദുര്യോധനന് ഹസ്തിനപുരം കൊടുത്തു. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലം രാജ്യം യുധിഷ്ഠിർക്കും കൊടുത്തു. എന്നിട്ട് യുധിഷ്ഠിർക്ക് അത് ഒരു ചീത്ത സ്ഥലമായിരുന്നു. മുഴുവൻ വനവും കാടും പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഈ വരണ്ട ഭൂമിയും ഒക്കെ ആയിരുന്നു. എന്നിട്ട് അവര് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് വളരെ പ്രോസ്പെറസ് ആയിട്ട് ആക്കി എടുത്തു. പ്രോസ്പെറസ് എന്ന് പറഞ്ഞാൽ വളരെ ഐശ്വര്യപൂർണമായിട്ട് എടുത്തു. അത് കാണാനിടയായി ദുര്യോധനൻ. എന്താണെന്ന് വെച്ചാൽ ഒരു രാജസൂയ യജ്ഞം എന്ന് പറയുന്ന ഒരു യജ്ഞം യുധിഷ്ഠിരൻ നടത്തും. അപ്പൊ എല്ലാ രാജാക്കന്മാരെയും വിളിക്കും. അപ്പൊ ഈ രാജസൂയ യജ്ഞം എന്ന് പറയുന്നത് അപ്പം എല്ലാ രാജ്യത്തുള്ള രാജാക്കന്മാരും കീഴടങ്ങണം ഈ രാജാവിന്. അപ്പൊ അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും വിളിക്കും. രാജാക്കന്മാർ അതിൽ ദുര്യോധനനും വരുമ്പം
ദുര്യോധനൻ അവരുടെ ആ പ്രോസ്പെരിറ്റി കാണുമ്പോൾ ഭയങ്കര എൻവിയസ് ആവും. എൻവിയസ് എന്ന് പറഞ്ഞാൽ കുശുമ്പ് വരും. എന്നിട്ട് പിന്നെ എങ്ങനെ ഇവരുടെ ഈ രാജ്യം കൂടി കൈക്കലാക്കണം എന്നുള്ള ചിന്തയാകും. അങ്ങനെയാണ് അവരെ ഒരു കള്ള ചൂത് കളിക്ക് യുധിഷ്ഠിരനെ ഇൻവൈറ്റ് ചെയ്യും. എന്നിട്ട് ആ കളിയിൽ തോപ്പിച്ചിട്ട് അവരെ 13 വർഷം വനത്തിലോട്ട് എക്സൈൽ ചെയ്യും. അവരെ ഈ രാജ്യത്തിൽ നിന്ന് കളയും. വനത്തിൽ പോയി അവർ 13 വർഷം കഴിയണം എന്ന് പറയും. അപ്പൊ ഈ ഇത് തോറ്റപ്പോഴ്, ഈ ചൂതുകളിയിൽ തോറ്റപ്പോഴ് ദ്രൗപദി എന്ന് പറയുന്ന ഈ പാണ്ഡവരുടെ വൈഫാണ്. ഈ 5 പാണ്ഡവർക്കും കൂടി ഉള്ള വൈഫാണ് ദ്രൗപദി. അപ്പൊ ഈ ചൂതുകളിയില് ഓരോരോ ഇത് പോണായിട്ട് വെക്കും. ഈ ചൂതുകളിയിൽ വെക്കും. ഓക്കെ, ആദ്യം ഇന്ദ്രപ്രസ്ഥം വെച്ചു, അതിനു മുമ്പായിട്ട് അവരുടെ ട്രഷറി മുഴുവൻ വെക്കും, അതിൽ തോറ്റു. പിന്നെ ഈ ബെറ്റ് വെക്കും എന്ന് പറയില്ലേ, അതുപോലെ. എന്നിട്ട് ഇന്ദ്രപ്രസ്ഥ രാജ്യമേ കൊടുക്കും, പിന്നെ നകുലനെ കൊടുക്കും, സഹദേവനെ കൊടുക്കും, അർജുനനെ കൊടുക്കും, ഭീമനെ കൊടുക്കും. അത് കഴിഞ്ഞ് സ്വയം വെക്കും യുധിഷ്ഠിരൻ. അത് കഴിഞ്ഞപ്പോ ദ്രൗപദിയെയും വെക്കും. അങ്ങനെ ദ്രൗപദിയെ വെച്ച് കഴിയുമ്പം ഇവര് ദുശാസനൻ എന്ന് പറയുന്ന ദുര്യോധനന്റെ അടുത്ത ബ്രദറാണ്. ആ ദുശാസനൻ തലമുടിയിൽ വലിച്ച് ദ്രൗപദിയെ ആ സഭയിൽ കൊണ്ടുവന്നിട്ട് അവര് ദ്രൗപദിയുടെ വസ്ത്രം ഊരാൻ വേണ്ടി തുടങ്ങും. അപ്പം ദ്രൗപദി എന്ത് ചെയ്യും? ഈ കൗരവര്, ഭീഷ്മര്, ദ്രോണാചാര്യര്, വിതുരര്, ധൃതരാഷ്ട്രര്, അങ്ങനെ എൽഡേഴ്സ് ഒക്കെ ഇരിക്കുന്ന സഭയിലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ ദ്രൗപദി പറയും, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത്? ന്യായമാണോ? എൻ്റെ ഭർത്താവ് ഓൾറെഡി തോറ്റു ഈ കളിയില്. അത് കഴിഞ്ഞിട്ട് ഈസ് ഇറ്റ് ഫെയർ ടു എന്നെ ഈ ചൂതില് ഈ ബെറ്റ് വെക്കുന്നത് ശരിയാണോ? അത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ആരും ഒരു അക്ഷരം മിണ്ടില്ല. അപ്പൊ ദ്രൗപദി അവരുടെ കയ്യിൽ നിന്ന് രക്ഷ കിട്ടുന്നില്ല എന്ന് കണ്ടു. പിന്നെ പാണ്ഡവര് 5 ഭർത്താക്കന്മാരാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള, അത്ര വലിയ സ്ട്രെങ്ത് ഉള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരാണ് ഇവര്. ബ്രദേഴ്സാണ് ഇവരുടെ ഹസ്ബൻഡ്. അപ്പൊ അവര് മിണ്ടാതിരിക്കുക. അവര് ഓൾറെഡി സ്ലേവ്സ് ആയി ഈ കൗരവരുടെ. അപ്പൊ അവരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ദ്രൗപദി തന്നെത്താനെ രക്ഷപ്പെടാൻ ഇങ്ങനെ സാരി പൊത്തി വെക്കാൻ നോക്കും, പിടിച്ചു വെക്കാൻ നോക്കും. പക്ഷേ ഈ ദുശാസനന്റെ സ്ട്രെങ്തും ഒരു സ്ത്രീയുടെ സ്ട്രെങ്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വലിച്ചോണ്ടിരിക്കും സാരി. അപ്പൊ എന്ത് ചെയ്യും? ഒരു രക്ഷയും ഇല്ല എന്നറിയുമ്പം ദ്രൗപദി കൈ രണ്ടും ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? കൃഷ്ണൻ സാരികൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ ദുശാസനൻ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക, സാരി തീരുന്നതേ ഇല്ല. ഇങ്ങനെ വലിച്ച് ഒടുക്കാൻ ദുശാസന്റെ കൈ കഴിക്കും. എന്നിട്ട് നിർത്തും. അത്രയും സാരി ലെങ്ത് ആ സാരിക്ക് കൊടുക്കും കൃഷ്ണൻ. അപ്പൊ അങ്ങനെ കുറേ അട്രോസിറ്റീസ്, കുറേ ഇവരോട് കുറേ എന്താ പറയുക, തെറ്റുകൾ ചെയ്തതാണ് ഈ കൗരവര്. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്തതെല്ലാം ഓർപ്പിക്കാൻ വേണമെങ്കിൽ കൃഷ്ണന്, അല്ലെ, കൃഷ്ണന്റെ അടുക്ക ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല കൃഷ്ണ എന്ന് പറയുമ്പോ കൃഷ്ണന് 5 സെന്റൻസ് കൊണ്ട് ഈ അയാൾക്ക് വീര്യം, ഈ അർജുനന് വീര്യം കൊടുക്കാമായിരുന്നു, അല്ലെ. ആ എന്താ പറയാ, വിഗർ ടു ഫൈറ്റ്, അതിനു വേണ്ടിയുള്ളത് 5 സെന്റൻസ് കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഉപദ്രവിച്ചില്ലേ, ഭീമനെ കൊന്നില്ലേ, ഭീമന് വിഷം കൊടുത്തില്ലേ, നിങ്ങളെ അരക്കില്ലത്തിൽ കയറ്റിയതല്ലേ, ചൂതുകളിയിൽ നിങ്ങളെ തോപ്പിച്ചില്ലേ, നിങ്ങൾക്ക് വനത്തിൽ പോയി താമസിക്കേണ്ടി വന്നില്ലേ, തിരിച്ചു വന്നിട്ട് രാജ്യം തന്നില്ലല്ലോ,
ദ്രൗപദിയെ അവര് ആക്ഷേപിച്ചതല്ലേ? ഇങ്ങനെ ഇത്രയും ചോദിച്ചാൽ തന്നെ അർജുനന്റെ ആ ക്ഷത്രിയ വീര്യമെല്ലാം പുറത്തു വരുമായിരുന്നു അല്ലെ? എന്നിട്ട് ദേഷ്യത്തിൽ എല്ലാവരെയും ഒറ്റ അടിക്ക് കൊന്നേനെ. പക്ഷെ അതിന് പകരം കൃഷ്ണൻ എന്താണ് പറഞ്ഞു കൊടുത്തത്? എന്താണ് ധർമ്മം? ഒരു ക്ഷത്രിയനായാല് ക്ഷത്രിയനെക്കാട്ടിലും ഉപരി ഒരു മനുഷ്യന്റെ ധർമ്മം എന്താണ്? ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു കൃഷ്ണൻ ചെയ്തത് ഈ 700 വേഴ്സസിലൂടെ. അതിൻ്റെ ഇടയ്ക്കൊക്കെ അർജുനൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൃഷ്ണന് സില്ലി ആയിട്ടൊന്നും കാണാതെ അതിനെല്ലാം പ്രോപ്പർ ആൻസർ കൊടുത്ത് അതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു റാറ്റ് റേസിൽ കൂടെ പോവാണ് അല്ലെ? നമ്മൾക്ക് ഒരു ഓട്ടമാണ്, ഒരു പന്തായത്തിൽ പോകുന്ന ഒരു റേസ് പോകുന്ന പോലെയാണ് നമ്മൾ ജീവിതത്തിൽ കൂടി പോകുന്നത് അല്ലെ? ഇപ്പം എന്റെയൊക്കെ ചെറുപ്പത്തില് കമ്പ്യൂട്ടർ വരുന്നു. അപ്പോഴ് എല്ലാവർക്കും ഭയമായിരുന്നു, ഈ കമ്പ്യൂട്ടർ വന്നിട്ട് ആൾക്കാരുടെ ജോലിയൊക്കെ പോകും എന്നൊക്കെയുള്ള ഭയമായിരുന്നു. എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര അവര് ഇതായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ടു ഷോ ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ പേരെ പിരിച്ചുവിടുക, 50% പിരിച്ചുവിടുകയാണെങ്കിൽ ആ പിരിച്ചു വിടാത്തവരിൽ ഞാൻ ഉൾപ്പെടണം എന്നുള്ള ഇതിൽ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴതുപോലെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു അല്ലെ? അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും പേടി എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിൽ ടേക്ക് ഓവർ ഹ്യൂമൻ ലേബർ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പേടിയാണ്. കുറേ ജോലികളെല്ലാം ഇല്ലാതായി പോകും. അപ്പൊ എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് എന്താണ്? അവര് പിന്നെയും കൂടുതൽ വർക്ക് ചെയ്യാണ് ടു ഷോ. അവരുടെ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റാത്ത മേഖലകളിൽ ഉള്ള സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരു റേസാണ്. എങ്ങനെ നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ നമ്മൾക്ക് പണം ഉണ്ടാക്കണം, എങ്ങനെ നമ്മളുടെ ജീവിതം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കണം എന്നുള്ള ഒരിത്. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു 9 മണി അല്ലെ 10 മണിക്ക് ഓഫീസിൽ പോയാൽ 5 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങി വരായിരുന്നു. കൊറോണ വന്നേ പിന്നെ എന്ത് പറ്റി? ഇപ്പൊ ഓഫീസിൽ പോക്ക് നിന്നു, എല്ലാവർക്കും വീട്ടിലിരുന്ന് പണിയെടുക്കാം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പറ്റി? അവര് രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു അല്ലെ? അപ്പൊ എല്ലാവർക്കും എന്താ? ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പൊ കൃഷ്ണൻ പറയുകയാണ്, നമ്മൾ കുറച്ചൊന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ നോക്കണം, ആർ വി ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ? ഇതാണോ മനുഷ്യനായിട്ട് നമ്മൾ ജന്മം എടുത്തത്? ഇതിനാണോ നമ്മൾ ഇങ്ങനെ കാളകളെ പോലെ ജോലി ചെയ്യാനുള്ള ആണോ നമ്മളുടെ ലക്ഷ്യം ജീവിതത്തിന്റെ എന്നുള്ള ഒരു നമ്മൾ ആലോചിക്കണം. ഇസ് ഇറ്റ് ദ റൈറ്റ് തിങ് ടു ഡു? ഇതാണോ നമ്മൾ ഈ ലൈഫ് എടുത്തതിന്റെ ഉദ്ദേശം? ഇതായിരുന്നോ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? എന്തിനാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മളുടെ ലക്ഷ്യം എന്താണ്? അവിടെ പോയാൽ വേറെ ഒരു ലോകമുണ്ടെങ്കിൽ അവിടെ പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് എല്ലാം പറയുന്നതാണ്. ഇതൊക്കെ കാണിക്കുന്ന നമ്മളെ ശരിക്കും മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ക്യൂരിയോസിറ്റി നമുക്ക് വേണം, നമുക്ക് ജിജ്ഞാസ വേണം. എന്താണ് നമ്മൾ എന്തിന് ഈ ലൈഫ് എടുത്തു? നമ്മൾ എന്താണ് ഈ മനുഷ്യ ജന്മത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. അതിനാണ് നമുക്ക് മനുഷ്യ ജന്മം. ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന എന്താണ്? ആദ്യത്തെ സെന്റൻസ് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയും. നമ്മള് ബ്രഹ്മ ജിജ്ഞാസ, ഒരു ജിജ്ഞാസ വേണം നമുക്ക്. അത് ഇല്ലെങ്കിൽ പിന്നെ നമ്മള് മനുഷ്യരും പിന്നെ മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതാകും. അവർക്ക് 4 കാല്, നമുക്ക് 2 കാല്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ മൃഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? 4 കാര്യങ്ങളാണ് അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്താണ്?
അവർക്ക് കഴിക്കണം. അതാണ് അവരുടെ മെയിൻ, അവരുടെ എന്താ പേർപ്പസ് ഓഫ് ലൈഫ്. കഴിക്കുക, പിന്നെ ഉറങ്ങുക, പിന്നെ മൈത്രി എന്ന് പറയും, എന്ന് വെച്ചാല് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിക്കുക, പിന്നെ ഡിഫെൻഡ് ചെയ്യുക. അവര് വേറെ മൃഗങ്ങള് അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവര് സെൽഫ് ഡിഫെൻസ്. ഈ 4 കാര്യങ്ങളാണ് മൃഗങ്ങൾ ചെയ്യുന്നത്. നമ്മളും ചെയ്യുന്ന അത് തന്നെയല്ലേ? നമ്മൾ കുറച്ചും കൂടി പരിഷ്കരിച്ച ഒരു ആനിമൽ എന്നല്ലേ നമ്മളെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്നാൽ നമ്മള് ആലോചിക്കും, നമ്മൾ ശരിക്കും നമ്മൾ ക്യൂരിയസ് ആകണം. നമ്മൾ എന്തിനീ മനുഷ്യ ജന്മം എടുത്തു? എന്താണ് ഇനി? നമ്മൾക്ക് മരിച്ചാൽ എല്ലാം തീർന്നോ? എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് വന്ന് ഇത്രയും സഫർ ചെയ്യേണ്ടത്? എന്താണ്? ഒരു കൊറോണ കഴിഞ്ഞപ്പോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. അപ്പോഴുണ്ടടാ ഒരു 3rd വേൾഡ് വാറിന്റെ ഒരു ഭീതി, അല്ലെ? പിന്നെ വേറൊരു കൊറോണയോ അതോ അതിനെക്കാട്ടിലും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു വൈറസിനെ ചൈന വിടാൻ പോകുന്നു. ഇങ്ങനത്തെ ഓരോരോ ഭയങ്ങള് നമ്മളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കണം നമ്മളോട് തന്നെ. ഈ ആനിമൽസിന് അത്രേ ഉള്ള ഒരു അവബോധമില്ല. ഇങ്ങനെ തന്നെത്താനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു അവബോധം അവർക്കില്ല. അവർക്കിങ്ങനെ ജീവിക്കണം, അങ്ങനെ ഇതല്ല, ഈ 4 കാര്യങ്ങൾ ചെയ്യണം, മരിക്കണം, അത്രേ അവർക്കുള്ളൂ. അവർക്ക് വേറൊന്നും അറിയില്ല. പക്ഷെ മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കുമ്പം നമ്മൾക്ക് ഒരു ഇന്റലിജൻസ് തന്നിട്ടുണ്ട്, ഒരു കോൺഷ്യസ്നെസ് വിച്ച് ഈസ് ഹയർ ദാൻ ദ കോൺഷ്യസ്നെസ് ഓഫ് ദി ആനിമൽസ്. ഈ എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ പ്ലാന്റ്സിന് കോൺഷ്യസ്നെസ് ഉണ്ട്, പക്ഷെ അത് വളരെ മൂടിയ കോൺഷ്യസ്നെസ് ആണ്. എന്ന് പറഞ്ഞാല് ഒരു അമ്മയുടെ വയറ്റില് ഒരു കുഞ്ഞ്, ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെ? അതുപോലെ അവരുടെ കോൺഷ്യസ്നെസ് അത്ര മൂടിയിരിക്കുകയാണ്. ദേ കനോട്ട് സീ എനിത്തിങ് ഔട്ട്സൈഡ്. അത്ര കോൺഷ്യസ്നെസ് അവർക്ക്, വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് കോൺഷ്യസ്നെസ്സേ ഉള്ളൂ പ്ലാന്റ്സിന്. അതിനെക്കാട്ടിലും വലുതാണ് ഈ ആനിമൽസിന്. ആനിമൽസിന്റെ കോൺഷ്യസ്നെസ് എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു മിററില് വന്ന് പൊടി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റില്ല, അല്ലെ? അത് പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് വളരെ കുറച്ച് കോൺഷ്യസ്നെസ്സേ വരുന്നുള്ളൂ. അതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ മിറർ കവേർഡ് വിത്ത് ഡസ്റ്റ്. അത്രയും കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. ഒരു മങ്ങിയ ഒരു കോൺഷ്യസ്നെസ്സേ മൃഗങ്ങൾക്കുള്ളൂ. മൃഗങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പം അതിൽ ബേർഡ്സും എല്ലാം പെടും. മനുഷ്യർക്കാണെങ്കിൽ എങ്ങനത്തെ കോൺഷ്യസ്നെസ് ആണ്? ഒരു ഫയർ മൂടിയിരിക്കുകയാണ് സ്മോക്ക് കൊണ്ട്. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, അല്ലെ? പുക കൊണ്ട് മൂടിയിരിക്കുന്ന ഫയർ പോലെയാണ് നമ്മളുടെ കോൺഷ്യസ്നെസ്. അതൊന്ന് ഊതിയാ മതി. അല്ലെങ്കിൽ ഒരു നമുക്ക് കുഴലുണ്ടായിരുന്നു, അല്ലെ? പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ വിറകടുപ്പുള്ളപ്പോ ഒരു കുഴലുണ്ട്. ആ കുഴലിൽ കൂടി ഊതുമ്പോഴ് ഈ ഇതെല്ലാം പോകും, പുകയൊക്കെ പോയിട്ട് നല്ല ഫയർ വരും, അല്ലെ? അപ്പൊ ഒരു കുറച്ച് ഒരു ഇൻസ്റ്റിഗേഷൻ നമുക്ക് കിട്ടിയാല്, ഒരു ഗുരുവിന്റെ, ഒരു ആചാര്യന്റെ ഒരു കുറച്ച് നിർദ്ദേശം കിട്ടിയാല് നമ്മളുടെ കോൺഷ്യസ്നെസ് ബ്ലോസം ചെയ്യും. അങ്ങനത്തെ കോൺഷ്യസ്നെസ് ആണ് മനുഷ്യർക്ക്. അപ്പൊ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് അത്ര വാല്യുബിൾ ആണ്. ഈ ഭൂലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തില്, മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തില് 84 ലക്ഷം തരത്തിലുള്ള വർഗത്തിലുള്ള ജീവജാലങ്ങളുണ്ട്, ലിവിങ് ബീങ്സ് ഉണ്ട്. 84 lakh സ്പീഷീസ് ഓഫ് ലൈഫ്സ് ഉണ്ട്. അതില് മനുഷ്യജന്മം എന്ന് പറയുന്ന 4 ലക്ഷം സ്പീഷീസേ ഉള്ളൂ. 4 ലക്ഷം വർഗങ്ങളുണ്ട് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ 84 ലക്ഷത്തിൽ
4 ലക്ഷം മാത്രമേ ഹ്യൂമൻ ബീങ്സ് ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം താഴ്ന്ന സ്പീഷീസ് ആണ്. ഈ ഹ്യൂമൻ ലൈഫിൽ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് മാറി എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിറ്റ് ടു ദ സ്പിരിച്വൽ വേൾഡ്. ഇപ്പൊ ഞാൻ ഈ സ്പിരിച്വൽ വേൾഡ് എന്തിനു പോകണം എന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ അത് എന്താണെന്ന് ഞാൻ കുറച്ച് നമ്മൾ ഡീവിയേറ്റ് ആവുന്നുണ്ട്. ഇതെല്ലാം ഗീതയിലുള്ളതാണ് കേട്ടോ, ഗീതയിൽ പറയുന്നതാണ് ഇതെല്ലാം. അപ്പൊ കുറച്ച് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാണ് ഗീതയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, എന്തിനാണ് നമ്മൾ ഗീത വായിക്കേണ്ടത് എന്നുള്ളതിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും സ്പിരിച്വൽ വേൾഡിലായിരുന്നു ഒറിജിനലി നമ്മൾ ആത്മീയ ലോകത്തായിരുന്നു, കൃഷ്ണന്റെ ഒപ്പമായിരുന്നു. എന്നിട്ട് നമ്മൾക്ക് തോന്നി കൃഷ്ണനെ എല്ലാവരും സേവിക്കുന്നു, ദേ ആർ സെർവിങ് ഹിം. ഒരു സെർവന്റിനെ പോലെ എല്ലാവരും കൃഷ്ണനെ സേവിക്കുന്ന കണ്ടപ്പം നമ്മൾക്ക് തോന്നി വൈ നോട്ട് വി ഓൾസോ ബി ലൈക്ക് കൃഷ്ണ എന്നൊരു തോന്നൽ വന്നു. കൃഷ്ണന് മാത്രം എന്താണ് ഒരു പ്രത്യേകത? നമ്മൾക്കും ഇതുപോലെ ഒരു ലോർഡ് ആകാൻ പറ്റില്ലേ? നമ്മൾക്കും ഒരു രാജാവായിട്ട് എല്ലാവരും നമ്മളെ സേവിക്കുക, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലായിരുന്നല്ലോ എന്ന് നമ്മൾക്കൊരു തോന്നൽ വന്നപ്പോ കൃഷ്ണൻ പറഞ്ഞു, അത് ഇവിടെ നടക്കില്ല, അതിന് ഞാൻ വേറൊരു ലോകം നിർമ്മിച്ചിട്ട് ആ ലോകത്തിലേക്ക് നിങ്ങളെ വിടാമെന്ന് പറഞ്ഞ് നമ്മളെ ഈ ഒരു ഭൂലോകം എന്നല്ലല്ലോ പറയേണ്ട, മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ട് അതിലേക്ക് നമ്മളെ വിട്ടതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൃഷ്ണനുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആരോ ആയിരുന്നു, കൃഷ്ണനുമായിട്ട് എന്തോ ഒരു റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരുന്നു. ഒന്നുമില്ലയോ കൃഷ്ണന്റെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഗോപിമാരായിരിക്കും, അല്ലെ ഗോപിമാരെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന മഞ്ചരിമാരായിരിക്കും, അല്ലെ ഈ മഞ്ചരിമാരെ തന്നെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ജൂനിയർ മഞ്ചരിമാരായിരുന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഗോപമാരിൽ ഒന്നായിരുന്നായിരിക്കും, അല്ലെ ഈ ഗോപമാരുടെയും ശിഷ്യന്മാരായിരുന്നായിരിക്കും, അല്ലെങ്കിൽ യശോദാമയിയെ പോലെ യശോദാമയിയുടെ സെർവൻസ് ആയിരുന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വെറും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രീപ്പർ ആയിരുന്നായിരിക്കും, ഒരു ലതയായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രീ ആയിരുന്നായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ള എന്തെങ്കിലും വൃന്ദാവനത്തിലെ ഒരു മൺതരി ആയിരുന്നായിരിക്കും. അങ്ങനെ നമ്മള് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ 84 ലക്ഷം സ്പീഷീസ് ഓഫ് ലൈഫ്സ്, സ്പീഷീസ് അത് സ്പീഷീസാണ്. ഈ ഭൂലോകമല്ലല്ലോ, ഭൗതിക ലോകം മുഴുവനും എടുത്താൽ, മെറ്റീരിയൽ വേൾഡ് മുഴുവനും എടുത്താൽ അതില് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ലിവിങ് ബീങ്സ് കാണും അല്ലേ? ഈ ഭൂമിയിൽ തന്നെ ഇത്രയും ആൾക്കാരുണ്ട്. നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ്, ബാക്കി എല്ലാ ജന്തുക്കളെ എല്ലാരെയും കൂടെ എടുത്താല് മോർ ബില്യൺസ്, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ലിവിങ് ബീങ്സ് ഉണ്ട് അല്ലെ? അവർക്ക് ഓരോ ആൾക്കും, ഓരോ ജീവിക്കും കൃഷ്ണനുമായിട്ട് ഒരു ബന്ധമുണ്ട്. വാട്ട് എവർ ഇറ്റ് ഇസ്, വി ഡോണ്ട് നോ. അത് നമ്മൾ മറന്നുപോയി. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ഭൂലോകത്തിൽ വന്നിട്ട് തന്നെ ഇപ്പൊ മില്യൺസ് ഓഫ് ഇയേഴ്സ്, മില്യൺസ് ഓഫ് ലൈഫ് ടൈംസ് കഴിഞ്ഞു. നമ്മൾ ഓരോ ലൈഫ് ടൈം ആഫ്റ്റർ ലൈഫ് ടൈം നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് തന്നെ. നമ്മൾ തിരിച്ചു പോകുന്നില്ല കൃഷ്ണന്റെ അടുത്ത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. നമ്മൾ ഓരോ ജന്മം എടുക്കുമ്പോഴും നമ്മളുടെ വിചാരം ഇങ്ങനെ ഒരു സ്റ്റേജിലാണെങ്കിൽ ചിലപ്പം ഞാൻ എൻജോയ് ചെയ്തേക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഓരോരോ ബോഡികൾ എടുക്കുകയാണ്. എന്തിനാണ്? ആ ഹാപ്പിനെസ് അവേ ഫ്രം കൃഷ്ണ നമുക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു വ്യാമോഹത്തിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനിപ്പോ ഒരു സ്ത്രീ ശരീരത്തിൽ വന്നു, അടുത്ത ജന്മം ചിലപ്പോൾ ഞാനൊരു പുഴുവായേക്കും, അല്ലെങ്കിൽ അടുത്ത ജന്മം ഞാനൊരു മരമായിട്ട് തീരുമാനിക്കും. നമുക്കറിയില്ല. നമ്മളുടെ കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് നമുക്ക് അടുത്ത ബോഡി കിട്ടുകയാണ്. അപ്പൊ ഓരോ ജന്മം
ജന്മത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ നമുക്ക് ഓരോ ബോഡികൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബോഡികൾ നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ച്. എന്നിട്ട് ആ മരിക്കാത്ത താമസം നമുക്ക് വേറൊരു ബോഡി കിട്ടും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് ഈ മനുഷ്യ ജന്മം ഈ സ്റ്റെപ്പിൽ കൂടി എല്ലാം പോണം. ഈ എവല്യൂഷൻ പോലെ നമ്മൾ ആ കൃമിയിൽ നിന്ന്, അമീബയിൽ നിന്ന് നമ്മൾ വന്ന് അത് ഒരു എവല്യൂഷണറി പ്രോസസ്സാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ബുദ്ധിയില്ല, അവർക്ക് എങ്ങനെ ആക്ട് ചെയ്യണം എന്നറിയില്ല. അത് കാരണം അത് ഇറ്റ് കംസ് നാച്ചുറലി. അവര് അമീബയിൽ നിന്ന് നെക്സ്റ്റ് എവല്യൂഷൻ വരും, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ അപ് ടു മനുഷ്യ ജന്മം വരെയും കർമ്മങ്ങളില്ല. എന്താ വെച്ചാൽ അവര് ചെയ്യുന്ന എല്ലാം, അവർക്ക് ഈ 4 പ്രക്രിയകൾ അവര് ചെയ്യുന്നത് എല്ലാം അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് വഴി ചെയ്യാണ്. അവർ കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല, അതെല്ലാം ബൈ ഇൻസ്റ്റിങ്ക്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. അപ്പൊ അവരുടെയൊക്കെ അടുത്ത ജന്മം എന്ന് പറയുന്ന ഇറ്റ് ജസ്റ്റ് ഇവോൾവ്സ്. ഈ ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ പോലെ അവര് അമീബയിൽ നിന്ന് വേറൊന്നാകും, അവിടെ നിന്ന് ഇങ്ങനെ ആകും, എലിയിൽ നിന്ന് പൂച്ചയാവും, പൂച്ചയിൽ നിന്ന് പട്ടിയാകും, അങ്ങനെ ഏതോ ഒരു ക്രമത്തില്, എനിക്കറിയില്ല അത് ആ ക്രമത്തിൽ അവര് ഇങ്ങനെ അപ് ടു ഹ്യൂമൻ ലൈഫ് വരെയും കിട്ടി. ഹ്യൂമൻ ലൈഫ് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫ്രീ വിൽ തന്നിട്ടുണ്ട് കൃഷ്ണൻ. അത് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഒരു ഫ്രീ വിൽ ടു ആക്ട് ഇൻഡിപെൻഡന്റ്ലി. എന്ന് വെച്ചാൽ ഫുൾ സ്വതന്ത്രമല്ല നമ്മള്, എന്നാലും നമുക്ക് ചോയ്സസ് തന്നാല് നമുക്ക് ഈ ഡയറക്ഷനിൽ പോണോ ആ ഡയറക്ഷനിൽ പോണോ എന്നുള്ള ആ ചോയ്സ് എടുക്കാനുള്ള ആ ഒരു കോൺഷ്യസ്നെസ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ഒരു ഇന്റലിജൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നമ്മളുടെ ആ ഒരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ് യൂസ് ചെയ്തിട്ട് നമ്മള് ഈ ഭൂലോകത്തിൽ നിന്ന്, ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന്, ഇനി ഞാൻ ഈ ഭൗതിക ലോകം എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ വരുന്നു ഭൂലോകവുമായിട്ട്. ഭൂലോകം എന്ന് പറഞ്ഞാൽ ഏർത്ത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ യൂണിവേഴ്സസിനെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് ഭൗതിക ലോകത്തിനെയാണ് പറയുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് നമുക്ക് തിരിച്ച് കൃഷ്ണന്റെ അടുക്ക പോയാലേ നമുക്ക് സന്തോഷം ലഭിക്കുള്ളൂ. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്നുണ്ട്, 8th കാൻറ്റോയിലും 8th ചാപ്റ്ററിലും പറയുന്നുണ്ട്, 9th ചാപ്റ്ററിലും പറയുന്നുണ്ട്, ഈ ലോകം എന്ന് പറയുന്ന അശാശ്വതവുമാണ് ദുഃഖാലയവുമാണ്. എന്ന് പറഞ്ഞാൽ ദുഃഖം നിറഞ്ഞതാണ് ഈ ലോകം എന്ന് പറയുന്നു. അതുപോലെ അശാശ്വതം, ഇറ്റ് ഇസ് നോട്ട് പെർമനന്റ്, ഇത് ടെമ്പററി ആണ് എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നു. അപ്പം നമ്മൾക്ക് എക്സ്പെക്റ്റേ ചെയ്യണ്ട ഈ ലോകത്ത് നമുക്ക് സന്തോഷം കിട്ടുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഓ ഞാൻ വളരെ ഹാപ്പിയാണല്ലോ, എനിക്ക് ഒരു വിഷമവും ഇല്ലല്ലോ, ഞാൻ സന്തോഷമായിട്ട് ആവശ്യത്തിന് പണമുണ്ട്, മക്കളൊക്കെ നല്ല ജോലിയാണ്, അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഒരു വിഷമവും എനിക്കില്ല എന്ന് തോന്നുമായിരിക്കും. പക്ഷേ അതൊക്കെ നമ്മൾക്ക് തോന്നുന്നതാണ്. കുറേ സങ്കടങ്ങൾ വരുമ്പം ആ സങ്കടം മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പൊ സന്തോഷം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കുറേ ദുഃഖങ്ങൾ വന്നു കഴിയുമ്പം കുറച്ചൊരു ആശ്വാസം കിട്ടുമ്പോൾ നമ്മൾ അത് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ശരിക്കുള്ള സന്തോഷം എന്നല്ല, അതിന് ആനന്ദം എന്നാണ് പറയുന്നത്. ആ ആനന്ദം ലഭിക്കണമെങ്കിൽ നമുക്ക് കൃഷ്ണന്റെ അടുത്ത് പോയാലേ നമുക്ക് ആനന്ദം ലഭിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ സെർവ് ചെയ്യുക, കൃഷ്ണനെ സന്തോഷിപ്പിക്കുക, കൃഷ്ണന് ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് കൃഷ്ണനെ സന്തോഷിപ്പിക്കുന്നതിലാണ് നമ്മളുടെ ആനന്ദം ഇരിക്കുന്നത്. അത് നമുക്കിപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത് ആ വേർഡ് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. വി ആർ മെന്റ് ടു ബി സെർവൻസ് ഓഫ് കൃഷ്ണ. നമുക്ക് ഇഷ്ടപ്പെടുവോ നമ്മളൊരു സെർവന്റ് ആകണം കൃഷ്ണന്റെ എന്ന് പറഞ്ഞാൽ? ഇല്ല. നമ്മൾ സെർവന്റ് എന്ന് പറയുന്ന ഒരു വളരെ നീച ജോലിയായിട്ടാണ് കരുതുന്നത്, അല്ലെ? എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സെർവന്റ് ആണ്. ഈ ലോകത്തും നമ്മൾ എല്ലാരെയും സെർവ് ചെയ്യാണ്.
വൺ ഹു സെർവ്സ് ഇസ് കോൾഡ് എ സെർവൻറ്റ് അല്ലേ. അപ്പം നമ്മൾ എല്ലാവരും സെർവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ സെർവ് ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയെ സെർവ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ മക്കളെ സെർവ് ചെയ്യുന്നു, ഓഫീസിൽ ചെന്നാലോ നമ്മുടെ ബോസിനെ സെർവ് ചെയ്യുന്നു. പല ഈ സർവീസും നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തോടുമല്ല, നമ്മൾ പൈസ മോഹിച്ചിട്ടാണ് ആ ബോസിനെ സെർവ് ചെയ്യുന്നത്. നമ്മൾ പ്രാഗായിരിക്കും ഉള്ളില് അല്ലെ, എന്നാലും അയാള് മാസം അവസാനം പൈസ തരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിനേക്കാൾ എത്രയോ നമുക്ക് സന്തോഷം കിട്ടും. എന്നിട്ട് ഇവരിൽ നിന്ന് ഒന്നും നമുക്ക് തിരിച്ച് പ്രതീക്ഷിക്കാനും പറ്റില്ല അല്ലെ. അവരെ എല്ലാവരും നമ്മളെ കൈയൊഴിയും. അതിനെക്കാട്ടിലും എത്രയോ കൃഷ്ണനാണെങ്കിൽ നമ്മൾ ഓരോ ജന്മം എടുക്കുമ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരു വ്യക്തി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ ഭർത്താവും മക്കളും എല്ലാം എന്ന് പറയുന്ന ഈ ജന്മത്ത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നതാണ്. നെക്സ്റ്റ് ജന്മം ഇവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവും കാണില്ല. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളുടെ ഭർത്താവോ അല്ലെ ഭാര്യയോ മക്കളോ ആയിരുന്നവര് ഇപ്പൊ നമ്മൾ കാണുന്ന പോലും ഇല്ല. അപ്പൊ ഇവരുമൊക്കെ ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വളരെ ടെമ്പററിയാണ്. എന്നാൽ കൃഷ്ണനാണെങ്കിൽ ഓരോ ജീവജാലത്തിന്റെ ഹൃദയത്തിലും പരമാത്മാ രൂപേണ നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിന്റെ കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്നു കൃഷ്ണൻ. ആ കൃഷ്ണൻ ഏത് നമ്മള് നിരീശ്വരവാദിയാണെന്നിരിക്കട്ടെ, നമ്മൾ കൃഷ്ണനെ തള്ളി പറയുന്ന ആളാണ്. കൃഷ്ണൻ ഇങ്ങനെ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഒരാളില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന വെറുതെ ഹൃദയത്തിലും കൃഷ്ണൻ ഇരിപ്പുണ്ട്. ഇത് ഉപനിഷത്തുകളിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ അതിനൊരു ഉപമ പറയുന്നത്, ഈ നമ്മളുടെ ദേഹം എന്ന് പറയുന്നത്, ഈ ബോഡി മെറ്റീരിയൽ ബോഡി എന്ന് പറയുന്നത് ഒരു മരമാണെന്ന് വെച്ചാല്, സപ്പോസിങ് ഇറ്റ് ഇസ് എ ട്രീ, അതൊരു ട്രീ ആണെങ്കിൽ അതിൽ 2 കിളികൾ ഇരിക്കുകയാണ്. അത് ഒന്ന് നമ്മളുടെ ആത്മാവും ഒന്ന് പരമാത്മാവായ കൃഷ്ണനും. എന്നിട്ട് ഈ ആത്മാവ് എന്താണ് ചെയ്യുന്ന, ആ മരത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സും എല്ലാ ഫലങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് മധുരമുള്ളത്, ചിലത് കയ്പുള്ളത്, പക്ഷെ ഭയങ്കര ബിസി ആയിട്ട് കഴിക്കുകയാണ്. വി ഹാവ് നോ ടൈം ടു ടേൺ ആൻഡ് ലുക്ക് അറ്റ് ആ ഫ്രണ്ട്. നമ്മളുടെ ഫ്രണ്ട് കിളിയെ നോക്കാൻ പോലും നമ്മൾ കൂട്ടാക്കുന്നില്ല. നമ്മൾ ഇത് തിന്നോണ്ടിരിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മറ്റേ കിളിയാണെങ്കിൽ ഇതെല്ലാം വാച്ച് ചെയ്തോണ്ട് വിറ്റ്നസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഈ ഫലങ്ങൾ തിന്നുന്നതിൽ ആ കിളിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഈ കിളി കഴിക്കുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നോക്കുകയാണ് എന്നാണ് ഈ കിളി എന്നിലോട്ട് ആ മുഖം തിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മുഖം തിരിച്ച് കൃഷ്ണനിലോട്ട് നമ്മളുടെ മുഖം തിരിച്ചാൽ മതി, കൃഷ്ണൻ നമ്മളെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയി നമ്മൾക്ക് പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഉള്ള 4 ദോഷങ്ങൾ, ഈ മെറ്റീരിയൽ വേൾഡിൽ ഉള്ള 4 ദോഷങ്ങൾ വിച്ച് വി ഹാവ് നോ സൊല്യൂഷൻ ടു, എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് ജനനം. നമ്മൾ നമ്മൾക്ക് ഇന്ന അച്ഛൻ്റെയും ഇന്ന അമ്മയുടെയും മോനോ മോളോ ആയിട്ട് ജനിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. നമുക്ക് ജനനം വേണ്ട കൃഷ്ണ, എനിക്ക് ഇത് ലാസ്റ്റ് ജനനം, എനിക്ക് ഇനിയൊരു ജനനം വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അപ്പൊ ഈ ജനനം എന്ന് പറയുന്നതിന് നമ്മൾക്ക് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കംസ് ടു അസ് ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ജന്മം എടുക്കുന്നതിന്, നമ്മൾ പുറത്ത് വരുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കഴിയുന്നത് സുഖമാണോ? ഇങ്ങനെ ചുളുങ്ങി കൂടിയാണ് അല്ലേ ഇരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഫോട്ടോയിൽ അല്ലേ, ഒരു വൂമ്പില് ഒരു കുട്ടി കിടക്കുന്നത്. അത്രയും ഇങ്ങനെ ചുരുണ്ടു കൂടിയാണ്, ഒന്ന് അനങ്ങാൻ കൂടി പറ്റാത്ത പോലെയാ കിടക്കുന്നത്. എന്നിട്ട് ആ അമ്മയാണെങ്കിൽ എരിവുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോൾ ഈ മൃദുല സ്കിന്നില് അതിന്റെ വീര്യമൊക്കെ കൊള്ളുമ്പം നമുക്ക് വേദന എടുത്ത് പൊളയും അല്ലേ. പിന്നെ കുറെ പുഴുക്കളും നമ്മൾ ഈ വിസർജിക്കുന്ന മൂത്രത്തിന്റെയും
മലത്തിന്റെയും ഒക്കെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. അതെല്ലാം സഹിച്ച് നമ്മൾ 9 മാസം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി വന്നാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തില്. പിന്നെ എന്താണ്, നമുക്ക് ഓരോരോ അസുഖങ്ങൾ വരുന്നു അല്ലെ, ഓരോരോ അസുഖങ്ങൾ, വ്യാധികൾ, നമുക്ക് ഓരോ മിസറീസ്, അസുഖങ്ങൾ, ഡിസീസസ്, ഇതെല്ലാം വന്നു പെടുന്നു. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും നമുക്ക് വരും അല്ലെ. കൊറോണ തന്നെ വന്നിട്ട് എത്ര ലോകം, ഈ ഫുൾ വേൾഡിനെ അത് അടച്ചുപൂട്ടി അല്ലെ. ഒരു ചെറിയ ഒരു വൈറസ്, എത്രയുണ്ട് അത്, മില്യൺസ് ഓഫ് വൈറസ് കൂടിയാൽ പോലും അത് ഒരു ഗ്രാമേ വരുള്ളൂ. അത്രയും ചെറിയ വൈറസ് നമ്മളെ എല്ലാവരെയും, ഈ ലോകത്തിനെ മുഴുവനും വീട്ടിന്റെ ഉള്ളിൽ ഇരുത്തി അല്ലെ. അപ്പൊ ഡിസീസ് വരും, നമുക്കൊരു കൺട്രോൾ ഇല്ല അതില്. പിന്നെ എന്ത് വരും, ഓൾഡ് ഏജ്. നമുക്ക് വയസ്സാകണ്ട, ആർക്ക് വയസ്സാകാൻ ആഗ്രഹമുണ്ട്? ഇല്ല അല്ലെ. നമുക്ക് ഇനിയും തിരിച്ച് ആ ചെറുപ്പത്തിലോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമോ? ഇല്ല, അതും നമ്മളുടെ കൺട്രോളിലല്ല. പിന്നെയോ ഡെത്ത്, ഒടുക്കം വന്ന് നമ്മൾ മരിക്കുന്നു. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതും പറ്റുന്നില്ല. അപ്പം ശരിക്ക് ഈ മെറ്റീരിയൽ വേൾഡില് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഈ 4 പ്രോബ്ലംസ് ആണ്. അല്ലാതെ ബാക്കിയുള്ളതൊന്നും വലിയ കാര്യമുള്ളതല്ല. നമുക്ക് കുറെ പൈസ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് പോയി, അല്ലെങ്കിൽ നമ്മളുടെ ജോലി നഷ്ടപ്പെട്ടു, അതൊന്നും ഒരു വലിയ കാര്യമല്ല. ഈ 4 പ്രശ്നങ്ങളാണ് അതിന് സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ. ഈ ഭൗതിക ലോകം, ഈ മെറ്റീരിയൽ വേൾഡിൽ വന്നാൽ ഈ 4ഉം നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ ഗോ. അപ്പൊ നമ്മൾക്ക് എന്താണ് ഒരു വൈസ് ഇന്റലിജന്റ് പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടണം എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലെ. അപ്പൊ എവിടേക്കാണ് രക്ഷപ്പെടാൻ ഉള്ളത്? ഈ മെറ്റീരിയൽ വേൾഡ് അല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? സ്പിരിച്വൽ വേൾഡ്. അപ്പൊ ആ സ്പിരിച്വൽ വേൾഡിലാണ് കൃഷ്ണനുള്ളത്. അവിടെയാണ് മുക്ത ആത്മാക്കള്, മുക്തി കിട്ടിയവര്, ലിബറേറ്റഡ് ആയിട്ടുള്ള സോൾസ് റിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ആത്മീയ ലോകം. അപ്പൊ നമ്മളും ഇവിടെ നിന്ന് മുക്തരായി, we should get liberated from this material world and go back to the spiritual world where we belong. നമ്മളുടെ വീട്, നമ്മളുടെ ഹോം എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മളെ ഇവിടെ കൊണ്ട് ഇട്ടതാണ് കൃഷ്ണൻ. നമ്മൾക്ക് കൃഷ്ണനായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് സന്തോഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോ, ഓക്കെ യു ട്രൈ, നോ പ്രോബ്ലം, യു ക്യാൻ ട്രൈ എന്നും പറഞ്ഞ് കൃഷ്ണൻ നമ്മളെ ഇവിടെ ഇട്ടതാണ്. കൃഷ്ണൻ പറയുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് സുഖം കിട്ടില്ല, നിങ്ങള് എൻ്റെ അടുത്ത് തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സുഖം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതില് ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ നരകത്തിൽ ഇങ്ങനെ കിടന്ന് നരകിക്കുകയാണ്. നരകമല്ല ഇത്, നരകം വേറെയുണ്ട്. അപ്പം ഈ നരകം പോലത്തെ ഈ മിസറീസിൽ നമ്മൾ കിടന്ന് ഉഴലുകയാണ്. ഇങ്ങനെ നമ്മള് റൗണ്ട് ആൻഡ് റൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു, ഓക്കെ ഇതായാൽ നമുക്ക് സന്തോഷം കിട്ടും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിചാരിക്കും നമ്മൾ കല്യാണം കഴിച്ചാൽ നമുക്ക് സുഖമായിരിക്കും. കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കാൻ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ഓക്കെ ഈ പഠിത്തം കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയാൽ നമുക്ക് സന്തോഷമാകും എന്ന് വിചാരിക്കും. പക്ഷേ ആ സന്തോഷം കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞാൽ സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് മരിച്ചു പോകുന്നു. എന്നിട്ട് നമ്മൾ വേറൊരു ബോഡി എടുത്തിട്ട് നമ്മൾ പിന്നെയും പരീക്ഷിക്കുകയാണ്. ആ ഒരു ബോഡിയിൽ ഇരുന്നാല് നമുക്ക് സന്തോഷം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച്.
അപ്പൊ അടുത്ത ജന്മം നമുക്ക് സ്വർഗലോകത്ത് പോകണം. അവിടെ എല്ലാവരും നല്ല സന്തോഷിക്കുകയാണ്. അവിടെ നന്ദനവനമുണ്ട്, അവിടെ അപ്സരസ്സുകളുണ്ട്, അവിടെ സോമരസം കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് വേദങ്ങളിൽ തന്നെ ഉണ്ട്. ദേവലോകത്ത് പോകണമെങ്കിൽ എന്തൊക്കെ യജ്ഞങ്ങൾ, എന്തൊക്കെ ഓസ്റ്ററിറ്റീസ് നമ്മൾ ചെയ്യണം എന്നുള്ളത് വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യാൻ നമ്മൾ നോക്കും. എന്തിനാ? ഇനിയുള്ള ജന്മം നമ്മൾക്ക് ഇന്ദ്രലോകത്ത് പോയാൽ, സ്വർഗത്ത് പോയാൽ നമുക്ക് സുഖിക്കും എന്ന് നമ്മള് വ്യാമോഹിച്ചിട്ട് നമ്മൾ അതെല്ലാം ചെയ്യും ഈ ജന്മത്ത്. പക്ഷേ കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയില്, ഈ ഭൗതിക ലോകത്തില്, ഈ മെറ്റീരിയൽ വേൾഡില് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ഈ 4 പ്രോബ്ലംസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ യൂണിവേഴ്സ്, ഇതുപോലെ ഈ യൂണിവേഴ്സ്, അതില് 14 ലോകങ്ങൾ ചേരുന്നതാണ് ഈ യൂണിവേഴ്സ്. അതില് ഭൂമി എന്ന് പറയുന്ന നടുക്കാണ്. പിന്നെ സ്വർഗലോകം, ജനലോകം, അങ്ങനെ കുറെ ലോകങ്ങളുണ്ട്. അത് ഏറ്റവും മുകളിലുള്ള ലോകമാണ് ബ്രഹ്മലോകം, ബ്രഹ്മാവിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെയുമുണ്ട് 7 ലോകങ്ങള്. അതിലേറ്റവും താഴെയാണ് പാതാളം. അപ്പൊ ഇങ്ങനെ 14 ലോകങ്ങളുണ്ട്. ഈ 14 ലോകങ്ങളില് നമ്മൾ മുകളിലോട്ടുള്ള ലോകത്ത് പോയാലും താഴോട്ടുള്ള ലോകത്ത് പോയാലും നമുക്ക് ഈ 4 പ്രോബ്ലംസ് ഓഫ് ലൈഫ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ നിന്ന് രക്ഷപ്പെടണം, നമുക്ക് ഇറ്റേണലായിട്ട് ജീവിക്കണം. ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമനന്റ് ആയിട്ട്, നമുക്ക് മരണമേ ഇല്ലാത്ത ഒരു ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ അത് ആത്മീയ ലോകത്തിലേ കിട്ടുള്ളൂ. അപ്പൊ അതും ഗീതയ്ക്കകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട് കൃഷ്ണനായിട്ടെന്നല്ലേ. ബേസിക്കലി 5 തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് കൃഷ്ണനായിട്ടുള്ളത്. ഒന്നുമില്ലോ ശാന്തഭാവത്തില്, അത് അവിടുത്തെ ക്രീപ്പേഴ്സ്, അവിടുത്തെ പ്ലാന്റുകൾ, അവിടുത്തെ ട്രീ എല്ലാം ശാന്തഭാവം. അവർക്ക് വേറെ ഇമോഷൻസ് കൂടുതലില്ല കൃഷ്ണനുമായിട്ട്, അവര് ശാന്തമായിട്ടുള്ള ഭാവമാണ്. അല്ലെങ്കിൽ നമുക്ക് ദാസ്യഭാവം, നമ്മൾ ഒരു സെർവൻറ്റിനെ പോലെ കൃഷ്ണനെ സെർവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഒരു സെർവൻറ്റിന്റെ ഒരു മനോഭാവം കൃഷ്ണനുമായിട്ട്, ആ റിലേഷൻഷിപ്പ്, അങ്ങനെ ദാസ്യഭാവമാകാം. അല്ലെങ്കിൽ സഖ്യഭാവമാകാം, ഫ്രണ്ട്, കൃഷ്ണന്റെ ഫ്രണ്ടായിട്ട്. കുറെ ഗോപന്മാരുമായിട്ട് കൃഷ്ണൻ വനത്തിൽ പോയി ഈ പശുക്കളെയൊക്കെ മേയ്ക്കുമായിരുന്നു. അപ്പൊ കുറെ കളികളൊക്കെ ഈ ഗോപന്മാരായിട്ട് കളിക്കുമായിരുന്നു. അത് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാം. പിന്നെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് വാത്സല്യം. ഈ അമ്മ യശോദാമയിക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന, യോ എൻ്റെ കുഞ്ഞ് കഴിച്ചില്ലെങ്കിൽ വിശക്കില്ലേ, കുഞ്ഞിന് മഴ പെയ്താല് നനയില്ലേ, പനി പിടിക്കില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ്. നമുക്ക് കൃഷ്ണൻ നമ്മളുടെ മകനാണ് എന്നും പറഞ്ഞ് നമ്മള് എല്ലാവരുടെയും വീട്ടില്, മിക്ക വീടുകളിലും ലഡ്ഡു ഗോപാൽ എന്നും പറഞ്ഞ് കൊച്ചു ഗോപാൽ ലഡ്ഡു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞായിട്ട് ഇഴഞ്ഞ് ഇരിക്കുന്ന പ്രായത്തിലുള്ള വിഗ്രഹങ്ങള് വെച്ച് ആരാധിക്കാറുണ്ട് ആൾക്കാര്. അപ്പൊ അതിനെ കുളിപ്പിക്കുക, അതിനെ ഡ്രസ്സ് ഇടിക്കുക, അതിന് നല്ല നല്ല കമ്മലും മാലയും ഒക്കെ ഇടുക, അതിന് നല്ല ഒരു ക്രൗണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പീലിയൊക്കെ അത് വെക്കുക. ഇത് ഇങ്ങനെ നമ്മള് വാത്സല്യ ഭാവത്തില് കൃഷ്ണനെ കാണാം. വേറെ ഒരിത് മാധുര്യ ഭാവത്തില് ഈ ഗോപിമാരും രാധാറാണിക്കും ഒക്കെ കൃഷ്ണനോടുണ്ടായിരുന്ന ഒരു ഭർത്താവ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച്. അപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് കൃഷ്ണനുമായിട്ട്. അതിൽ ഏതോ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മളുടേത് ഒറിജിനലി. ആ റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് സ്വരൂപം, നമ്മളുടെ സ്വരൂപം, വിച്ച് ഇസ് അവർ ഒറിജിനൽ രൂപം, നമ്മളുടെ ഒറിജിനൽ ഫോം. അതിനെ സ്വരൂപം എന്ന് പറയും.
ആ ഇനി നമ്മൾ തിരിച്ച് ഗോലോകത്തിൽ പോയി എന്നിരിക്കട്ടെ, നമ്മൾ ഇവിടെ കൃഷ്ണനെ ഭക്തിയൊക്കെ ചെയ്ത് നമ്മൾ ഇന്റലിജന്റ് ഇനഫ് ടു ഗോ ബാക്ക് ടു സ്പിരിച്വൽ വേൾഡ് എന്ന് വെച്ചാല് നമ്മൾ തിരിച്ച് നമുക്ക് ആ സ്വരൂപം കിട്ടും. അപ്പൊ നമ്മള് കുറേ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ ഭക്തിയോടെ കൃഷ്ണനെ ഭജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വരുമേ എങ്ങനെ ഭക്തി ഉണ്ടാവും എന്നൊക്കെയുള്ള. അപ്പൊ ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തായിരുന്നു നമ്മളുടെ ഒറിജിനൽ സ്വരൂപം എന്നുള്ളത് നമുക്ക് തെളിയും നമ്മുടെ മനസ്സിൽ. ഇപ്പം ചിലപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പീകോക്ക് ആയിരുന്നായിരിക്കും, അവിടെ കുറെ പീകോക്സ് ഉണ്ടായിരുന്നു, അപ്പൊ ഒരു പീകോക്ക് ആയിരുന്നായിരിക്കും. അപ്പൊ എന്തായിരുന്നു എൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്നുള്ളത് കുറേ നമ്മൾ ജപവും ധ്യാനവും വർഷിപ്പും ഒക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് തെളിഞ്ഞു വരും എന്തായിരുന്നു നമ്മുടെ സ്വരൂപം. ഇതിന് പറയുന്ന നമ്മൾക്ക് കിട്ടുന്ന ആ ജ്ഞാനത്തിനെ പറയുന്നത് സ്വരൂപ സിദ്ധി എന്ന് പറയും. അപ്പൊ ഈ നമ്മളുടെ ആ ഒറിജിനൽ പൊസിഷൻ, നമ്മൾ എന്തായിരുന്നു ആ സ്പിരിച്വൽ വേൾഡില് നമ്മളുടെ ഒറിജിനൽ പൊസിഷൻ എന്തായിരുന്നു, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ആ നമ്മളുടെ സ്ഥിതി, മൂലസ്ഥിതി എന്ന് മലയാളത്തിൽ പറയാം, ആ മൂലസ്ഥിതി നമ്മളുടെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിവാകും നമ്മൾ കുറെ ഭക്തിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അത് ഒന്ന്. പിന്നെ എന്താണ് 5 കാര്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയില് പ്രതിപാദിക്കുന്നത്. 5 ടോപ്പിക്സ് ആണ് ഈ ബുക്കിന്റെ അകത്ത് പ്രതിപാദിക്കുന്നതായിട്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ആത്മാവെന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്നത് ഈ ബോഡി അല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അടുത്ത ജന്മം നമ്മൾ വേറൊരു ബോഡി എടുക്കും. അപ്പം എന്ത് സാധനമാണ് ഈ ബോഡിന്ന് വേറൊരു ബോഡിയിലോട്ട് പോകുന്ന ആ ഒരു സാധനത്തിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളാണ് നമ്മൾ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബോഡിയല്ല. എന്താന്ന് വെച്ചാൽ അടുത്ത ജന്മം ഞാൻ വേറെ എന്തോ ആണ്, അല്ലെ? പക്ഷെ ഞാനെന്ന് പറയുന്ന ആ ഞാന് ഈസ് കണ്ടിന്യൂസ്. ആ ഞാനാണ് ഈ ബോഡിന്ന് വേറൊരു ബോഡിയിലോട്ട് പോകുന്നത്. അതിനെ ആത്മാവെന്ന് പറയും. അപ്പൊ ഈ ആത്മാവ് ഈ ഒരു മെറ്റീരിയൽ ഗ്രോസ് ബോഡിക്കകത്തിരിക്കുകയാണ്. ഈ ഭൗതികമായ ഒരു ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, അതാണ് ഞാന്. അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണ് ആത്മാവ്, അതിൻ്റെ ഓരോ ലക്ഷണങ്ങളും എല്ലാം പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. പിന്നെ ഈ ആത്മാവ് ഈ ശരീരത്തില് കുടികൊള്ളുന്നു. എന്നിട്ട് ഈ ശരീരം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഈ പ്രകൃതിയില്, അല്ലെ? ഈ മെറ്റീരിയൽ നേച്ചറിലാണ് നമ്മള് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ പ്രകൃതിയെ കുറിച്ചും ഭഗവത്ഗീതയില് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ആത്മാവ്, പ്രകൃതി. പിന്നെ ഈ ആത്മാവിന് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ഓൾവേസ് ടു ഡു സം വർക്ക്. അത് കർമ്മം. നമ്മള് എപ്പോഴും ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഞാൻ ചിലപ്പോൾ റിലാക്സ് ചെയ്യാറുണ്ട്, ഒന്നും ചെയ്യാതിരിക്കാറുണ്ട് എന്ന്. പക്ഷെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു അവസ്ഥയും നമ്മൾ ചെയ്യാണ്, അല്ലെ? ആ അവസ്ഥയിലും നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴും. അതിനെ കർമ്മം എന്ന് പറയും. ആ കർമ്മം, ഓരോ കർമ്മത്തിനും പ്രതികർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഉണ്ട്. എനി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അല്ല, ന്യൂട്ടൺസ് 3rd law of motion. അപ്പൊ എല്ലാ ആക്ഷൻ നമ്മൾ ചെയ്യുന്നതിനും അതിന് ഒരു കർമ്മമുണ്ട്, അത് റിയാക്ഷൻ. അപ്പൊ ഈ റിയാക്ഷൻ കൊണ്ടാണ് നമ്മൾ ഈ ജന്മം എടുത്തോണ്ടിരിക്കുന്നത്.
എത്ര നമ്മള് കർമ്മങ്ങള് നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞാല് അത് മേരു പർവ്വതം എന്ന് പറയുന്നതാണ് ഈ മെറ്റീരിയൽ വേൾഡിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ പേരാണ് മേരു പർവ്വതം. അത് ഹിമാലയത്തിനേക്കാളൊക്കെ വളരെ വളരെ വലുതാണ്, ഈ ഭൂമിയിലല്ലാതെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ മേരു പർവ്വതത്തിനെക്കാട്ടിലും കൂടുതലാണ് നമ്മളുടെ ബാഗേജ് ഓഫ് കർമാസ്. നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഓരോ കർമ്മങ്ങളുടെ കർമ്മം അത്രയുമുണ്ട്. അതെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് നമുക്ക്, ഓരോരോ ജന്മങ്ങൾ എടുത്ത്. അതിന്ന് ഒരു കൊച്ചു ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ട്, കുറെ കർമ്മങ്ങൾ ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് തന്നു വിടുകയാണ്. ഈ ജന്മത്ത് നീ ഇത്രയും കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക എന്ന് പറഞ്ഞ്. കുറെ നല്ല ഫലങ്ങൾ, നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്, കുറെ ചീത്ത കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള കർമ്മത്തിനും നമ്മള് ഭൂമിയിൽ ഈ ഭൗതിക ലോകത്തിൽ വന്ന് നമ്മൾ അത് കളയണം. അത് നമ്മള് എന്താ പറയാ, നള്ളിഫൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി നമ്മൾ പിന്നെയും ജന്മം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ കാര്യം, ടോപ്പിക് ഈ ഭഗവത്ഗീതയിൽ പറയുന്നതാണ് കർമ്മം. നാലാമത് ഈ കർമ്മം, ഈ ആത്മാവ് ഈ ഭൗതിക ശരീരത്തിലിരുന്ന് ഈ പ്രകൃതിയിൽ വന്നിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ചെയ്യുന്നു അല്ലെ. അതിനൊരു കാലയളവുണ്ട് അല്ലെ, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. നമ്മൾ ഈ പ്രകൃതിക്ക് തന്നെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതിനെ പറയുന്ന കാലം അല്ലെങ്കിൽ ടൈം. അതിനൊരു ടൈം ഫാക്ടർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഭൂലോകം, ഈ മെറ്റീരിയൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, കൃഷ്ണനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. കൃഷ്ണനാണ് ദ സോഴ്സ് ഓഫ് എവ്രിതിങ്. കൃഷ്ണൻ തന്നെ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഐ ആം ദ സോഴ്സ് ഓഫ് ഓൾ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡ്സ്. ഞാനാണ് ഈ ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളുടെ എല്ലാം ഉറവിടം. എന്നിൽ നിന്നാണ് എല്ലാം ഉത്പാദിക്കുന്നത്. എവ്രിതിങ് ഈസ് എമിനേറ്റിംഗ് ഫ്രം മീ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ അവതാരം, കൃഷ്ണന്റെ ഒരു അവതാരമായിട്ട് വിഷ്ണു, മഹാവിഷ്ണു എന്ന് പറയുക, അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണു എന്ന് പറഞ്ഞ ഒരു അവതാരം. ആ അവതാരം, ആ വിഷ്ണു കാരണ ഓഷൻ എന്ന് പറയുന്ന ഓഷനിൽ കിടക്കുന്നിട്ട് ഇങ്ങനെ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യുമ്പം, വിടുമ്പോഴ് when he exhales, അപ്പം millions of universes are coming out from his body. ഓരോ പോർ, നമ്മളുടെ രോമശുഷിരങ്ങൾ അല്ലെ, ഓരോ പോറിൽ നിന്ന് യൂണിവേഴ്സസ് ഇറങ്ങി വരികയാണ് when he exhales. എന്നിട്ട് when he inhales എന്ത് പറ്റുന്നു, ഈ എല്ലാ യൂണിവേഴ്സസും അകത്തോട്ട് കയറിപ്പോവാണ്. അപ്പം ഈ യൂണിവേഴ്സസ് വിച്ച് വി ആർ സീയിങ് നൗ, ഈ മെറ്റീരിയൽ യൂണിവേഴ്സസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? ദ ടൈം ബിറ്റ്വീൻ വൺ എക്സലേഷൻ ആൻഡ് വൺ ഇൻഹലേഷൻ ഓഫ് മഹാവിഷ്ണു. അത്രയേ ഉള്ളൂ ഡ്യൂറേഷൻ. ബട്ട് ഇറ്റ് ഈസ് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് earthly years. അപ്പൊ അപ്പൊ ഒരു ടൈം ഫാക്ടർ വരുന്നു അല്ലെ. അപ്പൊ ആ ടൈം ഫാക്ടറിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെ എപ്പോഴാണ് ഈ യൂണിവേഴ്സസ് വന്നതെന്നും, എന്നിട്ട് യൂണിവേഴ്സസ് ടെമ്പററി ആണ്, കുറച്ച് കഴിയുമ്പോൾ ഈ യൂണിവേഴ്സസ് ഒക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നു, അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ പിന്നെയും ക്രിയേറ്റഡ് ആവുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഭഗവത്ഗീതയിൽ പറയുന്നു. പിന്നെ അപ്പൊ 4 സംഗതികൾ ഞാനിപ്പൊ പറഞ്ഞു. എന്താണ്? ആത്മാവ്, പിന്നെ പ്രകൃതി, പിന്നെ കർമ്മം, പിന്നെ ടൈം, കാലം. ഇനി ഈ 4ഉം ഈ ഭൗതിക ലോകത്താണ് അല്ലെ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആത്മാവ് ഈ ഗ്രോസ് ബോഡിയില്, ഈ ഭൗതിക ലോകത്ത്.
പ്രകൃതി ഈ മെറ്റീരിയൽ നേച്ചർ, കർമ്മം നമ്മൾ ഈ മെറ്റീരിയൽ നേച്ചറിൽ ചെയ്യുന്നു, കാലം എന്ന് പറയുന്നതും ഈ മെറ്റീരിയൽ നേച്ചറിൽ ഉള്ള ഒരു പ്രതിഭാസമാണ്. പക്ഷെ ഇനി അഞ്ചാമതൊരു സംഗതിയുണ്ട്, വിച്ച് ഇസ് അവേ ഫ്രം ദിസ്. അത് മാറി നിൽക്കുകയാണ്, ഈ മെറ്റീരിയൽ വേൾഡിനുമായിട്ട് ബന്ധമില്ലാതെ മാറി നിൽക്കുന്ന ഒരു ഘടകം കൂടിയുണ്ട്, വിച്ച് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദി ഭഗവത്ഗീത. അതിനെ ഈശ്വരൻ എന്ന് പറയും. ഈശ്വരൻ എന്നതിന്റെ അർത്ഥം കൺട്രോളർ, നിയന്ത്രാവ് അല്ലെ, നിയന്ത്രാവ്. അപ്പൊ ആ നിയന്ത്രാവാണ് ഈ മെറ്റീരിയൽ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഈശ്വരൻ. അപ്പൊ ഭഗവത്ഗീതയില് പറയുന്നത് നമ്മള് എങ്ങനെ ഈ ആത്മാവ് which is inside the gross body, which is situated in this material nature and doing karma, and within some period of time, our Atmava, how he can connect to this Krishna, to this Ishvara. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നു. ശരിക്കും നമ്മളുടെ ധർമ്മം എന്ന് പറയുന്ന ആത്മീയ തലത്തില് നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത് ഹൗ ടു കണക്ട് ourselves വിത്ത് കൃഷ്ണ. ആ കൃഷ്ണനെ എന്നിട്ട് എങ്ങനെ നമുക്ക് പ്ലീസ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മളുടെ ധർമ്മം. അപ്പം ആ അഞ്ചാമത്തെ ടോപ്പിക് വിച്ച് ഇസ് ഡിസ്കസ്ഡ് ഇൻ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഈ ഈശ്വരനുമായിട്ട് നമ്മളുടെ കണക്ഷൻ, വാട്ട് ഇസ് ആ റിലേഷൻഷിപ്പ് വിത്ത് ഹിം എന്നും അത് എങ്ങനെ, ഹൗ വി ക്യാൻ കണക്ട് വിത്ത് ഹിം as an atma and he as a paramatma, how we can connect with him എന്നുള്ളത് പഠിക്കുന്നു. അതിന് യോഗകൾ, കുറെ യോഗാസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കർമ്മയോഗ, ധ്യാനയോഗ, അഷ്ടാംഗ യോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, അങ്ങനെ പല പല യോഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂണിയൻ വിത്ത് ദ ഡിവൈൻ എന്നാണ് അർത്ഥം. അപ്പൊ ആ യൂണിയൻ ഓഫ് ദി സോൾ വിത്ത് ദ ഡിവൈൻ, അതിനെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ഭഗവത്ഗീതയില്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. പിന്നെ ഈ ഗീതയൊക്കെ പഠിക്കുന്ന ചിലവരെല്ലാം ഈ 700 ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിട്ട് വലിയ പണ്ഡിതന്മാരാണെന്ന് പറയും. എത്രയോ ആൾക്കാരുണ്ട് 700 വേഴ്സസ് അവർക്ക് ബൈ ഹാർട്ടായിട്ട് അറിയാം. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതൊരു ഇൻഫർമേഷൻ അല്ല. ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നത് കുറെ ഡേറ്റ നമ്മുടെ ഒരു ഡേറ്റാബേസിൽ കൊണ്ടുപോയി ഫീഡ് ചെയ്യാൻ വേണ്ടിയല്ല ഈ ഭഗവത്ഗീത വായിക്കുന്നത്. ഭഗവത്ഗീത നമ്മൾ പഠിക്കേണ്ടത് എന്തിനാണ്? നമ്മൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ, നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവണം, നമ്മളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരണം. നമ്മൾ ഇത്രയും നാള് ഈ ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കണം നമ്മൾക്ക്. അതിനു വേണ്ടിയാണ് ഭഗവത്ഗീത. ഇപ്പം ഉള്ള മിസറീസ്, നമുക്ക് ഓരോ ദുരിതങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്നറിയില്ല. നമ്മൾ അതിലങ്ങ് പെടുകയാണ് അല്ലെ. നമുക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത പോലെ നമ്മൾ ദുഃഖത്തിൽ ആണ്ട് പോവുകയാണ്. അപ്പൊ ഭഗവത്ഗീത നമുക്ക് അതിനുള്ള വെളിച്ചം തരും. ഹൗ വി ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദീസ് ബിഗ് പ്രോബ്ലംസ് ഓഫ് ലൈഫ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാല്, നമ്മൾ ഇവിടെ ഇരിക്കുമ്പം വലിയ സ്കൈ സ്ക്രേപ്പർ ബിൽഡിങ്സ് ഒക്കെ കാണും അല്ലെ. വലിയ 15 നില, 20 നില, 30 നിലയുള്ള ബിൽഡിങ്സ് കാണുമ്പം നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നുന്നു അല്ലെ. നിലത്ത് നിന്ന് നമ്മൾ ഒരു സ്കൈ സ്ക്രേപ്പറിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഭയങ്കര വലുതായിട്ട് തോന്നുന്നു. എന്നാൽ നമ്മൾ ഒരു എയറോപ്ലെയിനിൽ പോകുമ്പോഴേ താഴോട്ട് നോക്കുമ്പോഴോ ഒരു മാച്ച് ബോക്സിന്റെ അത്രേ കാണുന്നുള്ളൂ അല്ലെ. അപ്പം ഭഗവത്ഗീത നമ്മളെ പറഞ്ഞു തരികയാണ്, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ മിസറീസ് നമുക്ക് വലുതായിട്ട് തോന്നും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നുന്നത്. നമ്മൾ അതിൻ്റെ എബവ് നമ്മൾ റൈസ് ചെയ്യണം. ഈ ദുഃഖങ്ങളുടെയൊക്കെ മുകളിൽ നമ്മൾ
അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കണം. അതിനെ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വളരെ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് നമ്മളുടെ മിസറീസ് എല്ലാം പോകുമെന്ന് അല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രോമിസ് തരുന്നില്ല കൃഷ്ണൻ. നിങ്ങൾ ഭഗവത്ഗീത വായിച്ചാൽ, നിങ്ങൾ എൻ്റെ ഭക്തനായാൽ നിങ്ങൾക്ക് പിന്നെ കഷ്ടകാലങ്ങളൊന്നും വരില്ല, നിങ്ങൾക്ക് ദുഃഖങ്ങളേ ഉണ്ടാകില്ല ലൈഫിൽ എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ആ ദുഃഖങ്ങള് നിങ്ങൾക്ക് കറക്റ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണാൻ പറ്റും. അത് നിങ്ങള് എല്ലാം കഴിഞ്ഞേ, എൻ്റെ ജീവിതം നശിച്ചേ എന്ന് പറയുന്നതിന് പകരം നമ്മൾക്ക് ഇത്രയല്ലേ ഉള്ളൂ, അതൊന്നും സാരമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് കിട്ടും. അതാണ് ഈ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കല് നമ്മളുടെ എല്ലാ ദുരിതങ്ങളും മാറി എന്ന് വിചാരിക്കല്. ദുരിതങ്ങൾ പിന്നെയും ഉണ്ടാകും, പക്ഷേ നമ്മൾ അതിനെ ആ ഒരു റൈറ്റ് പേഴ്സ്പെക്റ്റീവിൽ കാണും. ആ ഒരു കറക്റ്റ് ഒരു വിഷനിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഭഗവത്ഗീതയെ കുറിച്ച് ഈ 18 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് കർമ്മയോഗത്തിനെ കുറിച്ചും, നടുക്കുള്ള 7ാമത്തെ ചാപ്റ്റർ തൊട്ട് 12ാമത്തെ ചാപ്റ്റർ ഭക്തിയോഗത്തിനെ കുറിച്ചും, പിന്നെ 13 തൊട്ട് 18 വരെയുള്ള ചാപ്റ്റേഴ്സ് ജ്ഞാനയോഗത്തിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ ഇതിന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരു വലിയ വൈഷ്ണവ ആചാര്യൻ അതിനെ പറയുന്നത് ഇങ്ങനെയാണ്. അതിനൊരു ഉപമയായിട്ട് പറയുന്നത്, ഈ ആദ്യത്തെ 6 ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു പേടകം, ഒരു സ്വർണ്ണ നമ്മൾ നിധിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു നിധിയുടെ ഒരു ട്രഷർ ബോക്സ് ആണെന്ന് സങ്കല്പിച്ചാല്, ഈ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് അതിൻ്റെ താഴ്ഭാഗമാണ്, ഈ പേടകത്തിന്റെ താഴത്തെ ഭാഗമായിട്ട് കരുതാം. എന്നിട്ട് അവസാനത്തെ 6 ചാപ്റ്റേഴ്സ് അതിനെ മൂടി വെക്കുന്ന കവർ, പെട്ടിക്ക് ഒരു അടപ്പില്ലേ, ലിഡ്, ആ ലിഡാണ് ആ അടുത്ത 6 ഈ അടുത്തതല്ല ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ്. എന്നിട്ട് നടുക്കുള്ള 6 ചാപ്റ്റേഴ്സ് വിച്ച് ടോക്സ് അബൌട്ട് ഭക്തിയോഗ. ഈ ഭക്തിയോഗത്തിനെ കുറിച്ചുള്ള 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇതിന്റെ ഈ ട്രഷർ ബോക്സിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ട്രഷറാണ് എന്നാണ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അതിന് തന്നിരിക്കുന്ന ഒരു ഉപമ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭക്തിയോഗയാണ് ഏറ്റവും സുപ്രീം നോളജ്, ഏറ്റവും കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുന്ന ഭക്തിയോഗയാണ്. ഈ കർമ്മയോഗയും ജ്ഞാനയോഗയും അതിനെ സുരക്ഷിതമായിട്ട്, അതിനെ സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീതയില്. ഈ പേടകം തന്നെ സ്വർണ്ണ പേടകമാണ്. അതിന്റെ ലിഡിലാണെങ്കിൽ നല്ല റൂബീസും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതും നല്ലതാണ്. പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്ന അമൂല്യമായ നിധിയാണ് ഭക്തിയോഗ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിന്റെ ഒരു ഡിസൈപ്പിൾ, ശിഷ്യൻ, ബലദേവ് വിദ്യാഭൂഷൺ എന്ന് പറയും. ബലദേവ് വിദ്യാഭൂഷൺ അതിന് കൂടുതൽ ഒരു എംഫസിസ് കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ പേടകത്തിന്റെ ഉള്ളില് ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? 2 ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ ശ്ലോകങ്ങളാണ്? ഈ 18ാമത്തെ അധ്യായത്തില് 64ാമത്തെ ശ്ലോകവും 65ാമത്തെ ശ്ലോകവും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലിഖിതമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ബലദേവ് വിദ്യാഭൂഷൺ പറയുന്നു. ആ 2 ശ്ലോകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതില് 64ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന സർവഗുഹ്യതമം ഭൂയഃ ശൃണുമേ പരമം വചഃ ഇഷ്ടോസിമേ ദൃഢം ഇതി തതോ വക്ഷ്യാമി തേ ഹിതം എന്ന് പറഞ്ഞാല് വളരെ ഏറ്റവും കോൺഫിഡൻഷ്യൽ, ഗുഹ്യതമം, ഏറ്റവും കോൺഫിഡൻഷ്യലായ
വാചകങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞു തരുന്നത്. ശൃണുമേ, നീ കേൾക്ക് എൻ്റെ പരമമായ വചനങ്ങള്. മേ പരമം വച എന്ന് പറയുന്നു. ഇഷ്ടോസിമേ ദൃഢം ഇതി, നീ എൻ്റെ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നീ എൻ്റെ ഭക്തനായത് കൊണ്ട് ഞാൻ നിന്നോട് ഉറപ്പ് തരുന്നു. ഞാൻ ദൃഢമായിട്ട് നിന്നോട് പറയുകയാണ്. ഐ പ്രോമിസ് യു. എന്താണ്? തതോ വക്ഷ്യാമി തേ ഹിതം, ഞാൻ പറയുന്നതെല്ലാം നിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. നിനക്ക് ഈ സുപ്രീം ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ഈ നിർദ്ദേശം ഞാൻ തരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ആർ മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഐ എം ടെല്ലിങ് ദിസ് ഫോർ യുവർ ബെനിഫിറ്റ് എന്ന് പറയുന്നു. അപ്പോഴ് ഇത് ആണ് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ 65-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മന്മനാ ഭവ മത് ഭക്തോ മദ്യാജി മാം നമസ്കുരു മാം ഏവൈഷ്യസി സത്യം തേ പ്രിയജാനേ പ്രിയോസിമേ എന്ന് പറഞ്ഞാൽ, മന്മന എന്ന് പറഞ്ഞാൽ നീ എന്നെ എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കൂ, നിന്റെ മനസ്സിൽ എപ്പോഴും നീ എന്നെ കുറിച്ച് ആലോചിക്കൂ. പിന്നെയോ ഭവമത് ഭക്തോ, നീ എൻ്റെ ഭക്തനായി ഭവിക്കൂ, എൻ്റെ ഭക്തനാകൂ, ബിക്കം മൈ ഡിവോട്ടി. പിന്നെ മദ്യാജി, നീ എന്നെ വർഷിപ്പ് ചെയ്യൂ, എന്നെ ആരാധിക്കൂ. പിന്നെയോ മാം നമസ്കുരു, എന്നെ നമസ്കരിക്കൂ. ഈ 4 കാര്യങ്ങൾ നീ ചെയ്യൂ എന്ന് പറയുകയാണ്. അപ്പൊ ഈ ഭക്തി വരാൻ, നമുക്ക് കൃഷ്ണനോട് സ്നേഹം തോന്നിയിട്ട്, നമുക്ക് കൃഷ്ണനോട് ഭക്തി വന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാന് ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താണ്? എപ്പോഴും കൃഷ്ണനെ നമ്മൾ ഓർത്തോണ്ടിരിക്കണം, നമ്മൾ കൃഷ്ണന്റെ ഭക്തനാകണം, പിന്നെ നമ്മള് ആരാധിക്കണം കൃഷ്ണനെ, പിന്നെ നമ്മൾ നമസ്കരിക്കണം കൃഷ്ണനെ. ഈ 4 കാര്യങ്ങൾ ചെയ്താല് നമുക്ക് ഈ ദുഃഖാലയമായ, ഈ അശാശ്വതമായ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് എന്നേക്കും ഇറ്റേർണലി എവർ ആഫ്റ്റർ, നമ്മള് നോവലിലൊക്കെ വായിക്കും അല്ലെ, ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അങ്ങനെയൊന്നും ഉണ്ടോ ഈ മെറ്റീരിയൽ വേൾഡില്? ഇല്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ട്. അത് മെറ്റീരിയൽ വേൾഡിൽ അല്ല, സ്പിരിച്വൽ വേൾഡില്. അവിടെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ ഹാപ്പിനെസ്സിന് തേടുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിയിരുന്നു. പണ്ടൊരു കാലത്ത് നമുക്ക് അത്രയും ആനന്ദം നമ്മൾക്ക് കിട്ടിയിരുന്നു. അതിനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മൾ ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ നമ്മൾ ഹാപ്പി ആകും എന്നും പറഞ്ഞ് നമ്മൾ ഒരു പുതിയ കാറ് വാങ്ങിക്കുന്നു. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ, വിതിൻ ഡേയ്സ് തന്നെ നമുക്ക് ആ സന്തോഷം ഇല്ലാതാകുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഗതി മാറി വേറൊരു സംഗതി അങ്ങനെ നമ്മൾ ഈ ലോകത്തിലെ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേർ ക്യാൻ ഐ ഗെറ്റ് ദാറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ്. പക്ഷെ നമുക്ക് കിട്ടുമോ ഈ ലോകത്ത്? കിട്ടില്ല. വെറുതെയാണ് നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് ആ ഒരു ആനന്ദം, ആ ഒരു ബ്ലിസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്നും പോയേ മതിയാവുള്ളൂ. അത് ഈ സ്വർഗലോകത്തൊന്നും കിട്ടില്ല. സ്വർഗലോകത്തും ഉള്ള പ്ലഷേഴ്സ് ലിമിറ്റഡ് ആണ്. നമ്മൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയ ലോകത്തിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് ഈ ഭഗവത്ഗീതയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. സമയം ആയി കഴിഞ്ഞു, അത് കാരണം നമുക്കിവിടെ നിർത്താം. ഇനി ചാൻഡിങ്ങിനെ കുറിച്ച് പറയണം എന്നുണ്ടായിരുന്നു, എന്തിനാണ് നമ്മൾ ജപിക്കേണ്ടത് എന്ന് പറയണമായിരുന്നു. അത് ഇനി നാളെ പറയാം, നമുക്ക് സമയമില്ല ഇന്ന്. അപ്പം നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജപം, നമ്മൾ കലിയുഗത്തിൽ എന്താ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ബാക്കിയുള്ള യുഗങ്ങളിലൊക്കെ, സത്യയുഗത്തിലൊക്കെ ആയുസ്, മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 വർഷമായിരുന്നു സത്യയുഗത്തില്. അത് ത്രേതായുഗമായപ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു 0 വെട്ടി. അപ്പൊ എത്രയായി?
10,000 വർഷങ്ങള് അവർക്ക് ആയുസ്സുണ്ടായിരുന്നു. ദ്വാപര യുഗത്തിൽ വന്നപ്പോ അതിൽ നിന്ന് പിന്നെയും ഒരു 0 പോയി, 1000 വർഷമായി. കലിയുഗത്തിലായപ്പോ പിന്നെയും ഒരു 0 പോയിട്ട് 100 വർഷമായി. എന്നിട്ട് ഇപ്പോഴ് 5000 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കലിയുഗത്തില്. ശരിക്കും കലിയുഗം എന്ന് പറയുന്നത് 4,32,000 വർഷങ്ങളുണ്ട് കലിയുഗം. അതില് 5,000 years have passed. അത്രേ ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും ഈ 100 എന്നുള്ള എത്ര പേരുണ്ട് 100 വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്ന, അല്ലേ? ഇപ്പം 60 വയസ്സ്, 70 വയസ്സ്, 60 വയസ്സാകുമ്പോഴേ നമ്മൾ എണ്ണാൻ തുടങ്ങും, ഇനി എത്ര വർഷമുണ്ട്, ഇനി എത്ര വർഷമുണ്ടെന്ന്, അല്ലെ? അപ്പൊ ഇപ്പോഴും തന്നെ ഈ 5000 വർഷം കൊണ്ട് തന്നെ നമ്മളുടെ ആയുസ് കുറഞ്ഞു. സത്യയുഗത്തിലൊക്കെ 10,000, 20,000, 60,000 years ഒക്കെ അവര് തപസ് ചെയ്യുമായിരുന്നു കൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി. അവര് 60,000 years തപസ് ചെയ്യായിരുന്നു. ഇപ്പൊ നമുക്കത് നടക്കുമോ? ഇല്ല. പിന്നെ ത്രേതായുഗത്തില് അവർ യജ്ഞങ്ങൾ ചെയ്യുമായിരുന്നു. യജ്ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ അഗ്നികുണ്ഡം, അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ഇട്ട് കുറേ അഗ്നി വരാൻ കുറേ വുഡൊക്കെ വേണം, അങ്ങനെ കുറേ പാരഫെർണീലിയ വേണം നമുക്ക് യജ്ഞങ്ങൾ നടത്തണമെങ്കിൽ. അങ്ങനെ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ട് നല്ല ബ്രാഹ്മണര് വേണമായിരുന്നു ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ. ഇപ്പം ആ മന്ത്രങ്ങൾ ജപിക്കാൻ ആളുകളും ഇല്ല, ഈ സാധനങ്ങള് ഈ യജ്ഞങ്ങൾ നടത്താനുള്ള സാമഗ്രികളും ഇല്ലാതായി ഈ കലിയുഗത്തില്. അപ്പൊ നമുക്ക് യജ്ഞങ്ങളും നടത്താൻ പറ്റാതായി. പിന്നെ ദ്വാപര യുഗത്തിലാണെങ്കിൽ ആളുകൾ അർച്ചന ചെയ്യാൻ വേണ്ടി അമ്പലങ്ങളിലൊക്കെ പോവായിരുന്നു. ഇപ്പം ആൾക്കാർക്ക് അതിനും സമയമില്ല, അല്ലെ? 6 മണിക്ക് ജോലിക്ക് കയറണം, പിന്നെ രാത്രി 12 മണി വരെയൊക്കെ ഇരിക്കണം. അവർക്ക് എവിടെയാ സമയം അമ്പലത്തിൽ പോകാന്? അപ്പോഴ് കലിയുഗത്തിൽ അതും നടക്കില്ല. അപ്പൊ എന്താണ് ഈ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ നാമജപം, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടോണ്ടിരിക്കുക. 24 മണിക്കൂറും നമ്മുടെ നാക്കില്, നമ്മുടെ മനസ്സില് നമ്മൾ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഈ കൃഷ്ണൻ പറഞ്ഞ 4 കാര്യങ്ങള് നമ്മൾക്ക് എന്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാം, അല്ലെ? പിന്നെ പലരും പറയും എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല, ഭർത്താവ് ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആണ്, അത് കാരണം എനിക്ക് പറ്റില്ല ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇത് മന്മന, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നേ എന്നാ പറയുന്നത്. അത് ഭർത്താവ് അറിയേണ്ട കാര്യമില്ല. പിന്നെ എന്താ പറയുന്നത്? നീ എൻ്റെ ഡിവോട്ടിയാക, എൻ്റെ ഭക്തനാക. അത് നമ്മളെ ഒരു തിലകവും കണ്ടിമാലയും ഒക്കെ ഇട്ടുകൊണ്ട് കാണിക്കണം എന്നൊന്നുമില്ല. നമ്മളുടെ മനസ്സിൽ നമ്മൾ ഭക്തനായാൽ മതി. കൃഷ്ണനെ കുറിച്ച് എപ്പോഴും ആലോചിച്ച് കൃഷ്ണനെ എന്ത് ഞാൻ ചെയ്താൽ കൃഷ്ണന് സന്തോഷം ലഭിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമസ്കരിക്കുക, നമ്മൾ വർഷിപ്പ് ചെയ്യുക, അർച്ചന ചെയ്യുക. ഇതെല്ലാം നമ്മൾക്ക് ആരുടെയും അനുവാദം വേണ്ട, നമ്മൾക്ക് തന്നെത്താനെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് നാളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ നാളെ നമുക്ക് ഈ ചാൻറ്റിങ്ങിനെ കുറിച്ച്, ഇമ്പോർട്ടൻസ് ഓഫ് ചാൻറ്റിങ്, പിന്നെ എങ്ങനെ ചാൻറ്റ് ചെയ്യണം, ഏത് മന്ത്രമാണ് ചാൻറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധൂഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? നാളെ നമുക്ക് പറയാം എന്താ കൃഷ്ണൻ എന്ന് ഞാൻ പറയുന്നത്. അതൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കരുതുന്ന വിഷ്ണുവാണ് ഏറ്റവും വലുത് എന്നാണ് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം, അല്ലെ? അപ്പൊ അതിന് പകരം ഞാൻ എന്താ കൃഷ്ണ എന്ന് എപ്പോഴും പറയുന്നത്. എനിക്ക് വിഷ്ണുവിനെ ജപിച്ചൂടെ, അല്ലെങ്കിൽ എനിക്ക് അയ്യപ്പനെ ജപിച്ചൂടെ, ഗണപതിയെ ജപിച്ചൂടെ, ഇങ്ങനെയൊക്കെ ശിവനെ ജപിച്ചൂടെ എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും. അത് എന്താണ് അത് പറയാനുള്ള കാര്യം
എന്നുള്ളത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നാളെ 8 മണിക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.